വെൽക്കം ബാക്ക് ടു ഫീന സ്റ്റഡി റൂം. അപ്പോൾ ഇന്ന് നമ്മൾ 29ാമത്തെ ദിവസമാണ്. ഫിസിക്സാണ് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. പ്രകാശത്തിൻ്റെ പ്രതിപതനമാണ് ആദ്യമായിട്ട് നോക്കുന്നത് ടോപ്പിക്ക്. നോക്കാം. പ്രകാശത്തിൻ്റെ വേഗത എന്ന് പറയുന്നത് 3 × 10⁸8 മീറ്റർ/സെക്കൻഡാണ്. 3 × 10⁸8 മീറ്റർ/സെക്കൻഡാണ്. 3 ലക്ഷം km/സെക്കൻഡ്. പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. പ്രകാശത്തിന് സഞ്ചരിക്കാൻ എന്താവശ്യമില്ല? മാധ്യമം ആവശ്യമില്ല. സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് മാധ്യമം ആവശ്യമില്ല. ഇനി ആദ്യമായി പ്രകാശത്തിൻ്റെ വേഗത കണക്കാക്കിയ ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ ഇത് റോമറാണ്. ആദ്യമായിട്ട് പ്രകാശത്തിൻ്റെ വേഗത കണക്കാക്കിയ ശാസ്ത്രജ്ഞൻ ആരാണ്? അത് റോമറാണ്. പ്രകാശത്തിൻ്റെ വേഗത ഏതാണ്ട് കൃത്യമായി കണക്കാക്കിയ അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് എ മൈക്കൽസൺ ആണ് ആദ്യമായിട്ട് പ്രകാശത്തിൻ്റെ വേഗത ഏതാണ്ട് കൃത്യമായിട്ട് കണക്കാക്കിയത് ആരാന്ന് ചോദിച്ചാൽ അത് മൈക്കൽസൺ ആണ്. പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണം ക്വാണ്ടം എന്നറിയപ്പെടുന്നത് ഫോട്ടോൺ ആണ്. അപ്പോൾ പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണം എന്നറിയപ്പെടുന്നത് ഫോട്ടോൺ ആണ്. പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണമാണ് ടാക്കിയോൺസ്. ടാക്കിയോണുകൾ കണ്ടുപിടിച്ചത് ECG സുദർശൻ. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 1.3 സെക്കൻഡാണ്. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം 1.3 സെക്കൻഡാണ്. പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യത്തിൻ്റെ യൂണിറ്റുകളാണ് ആങ്സ്ട്രം, മീറ്റർ, നാനോമീറ്റർ എന്നിവയാണ് പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യത്തിനുള്ള യൂണിറ്റുകൾ. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് കാൻഡിലയാണ്. പ്രകാശ തീവ്രത ചോദിച്ചാൽ ഏതാണ്? കാൻഡിലയാണ്. പ്രകാശത്തിൻ്റെ തീവ്രത ആശ്രയിച്ചിരിക്കുന്നത് പ്രകാശ തരംഗത്തിൻ്റെ ആയതിയെയാണ്. പ്രകാശ തീവ്രത ആശ്രയിച്ചിരിക്കുന്നത് എന്തിനെയാണ്? പ്രകാശ തരംഗത്തിൻ്റെ ആയതിയെയാണ്. വ്യക്തമായ കാഴ്ചക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ ആണ്. വ്യക്തമായ കാഴ്ചക്കുള്ള കുറഞ്ഞ ദൂരം. ഐക്യരാഷ്ട്രസഭ അന്തർദേശീയ പ്രകാശ വർഷമായി ആചരിച്ച വർഷം ഏതാണ്? അത് 2015 ആണ്. 2015 ഐക്യരാഷ്ട്രസഭ അന്തർദേശീയ പ്രകാശ വർഷമായിട്ട് ആചരിച്ചത്. കണ്ടെത്തലുകൾ നോക്കാം. പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ്. വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ ആണ്. വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തമാണെങ്കിൽ അത് ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ. ഇനി പ്രകാശം വൈദ്യുത കാന്തിക തരംഗങ്ങളാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറിച്ച് ഹെർട്സ്. അപ്പോൾ പ്രകാശം വൈദ്യുത കാന്തിക തരംഗങ്ങളാണ് തെളിയിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഹെൻറിച്ച് ഹെർട്സ് ആണ്. ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് മാക്സ് പ്ലാങ്ക് ആണ്. പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് സർ ഐസക് ന്യൂട്ടൺ ആണ്. പ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് അഗസ്റ്റിൻ ഫ്രനൽ ആണ് പ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ. സൂര്യപ്രകാശത്തിന് 7 നിറങ്ങളുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൺ. സൂര്യപ്രകാശത്തിന് 7 നിറങ്ങളുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഐസക് ന്യൂട്ടൺ ആണ്. വ്യത്യസ്ത മാധ്യമങ്ങളിൽ പ്രകാശത്തിൻ്റെ പ്രവേഗം എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. പ്രകാശം ഒരു മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ മാധ്യമം അതിൻ്റെ വേഗത്തെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിനെ കാണിക്കുന്ന അളവിനെയാണ് പ്രകാശ സാന്ദ്രത എന്ന് പറയുന്നത്. പ്രകാശ സാന്ദ്രത എന്ന് പറയുന്നത് എന്താണ്? പ്രകാശം ഒരു മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ മാധ്യമം അതിൻ്റെ വേഗത്തെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിനെയാണ് പ്രകാശ സാന്ദ്രത എന്ന് പറയുന്നത്. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പ്രകാശിക വേഗത കുറവായിരിക്കും. പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമങ്ങളിൽ എന്താണ്? പ്രകാശ വേഗത കുറവായിരിക്കും. അപ്പം എന്താണ് നമ്മൾ ഇപ്പോൾ ഉപ്പ് വെള്ളത്തിൽ സാന്ദ്രത കൂടുതൽ, ഞാൻ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്തിട്ട് പറയുകയാണ് കേട്ടോ, എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ശരിയാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ കണക്ട് ചെയ്ത് വെച്ച് ആ ഒരു രീതിയിൽ പറഞ്ഞുതരാം. പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമങ്ങളിൽ പ്രകാശ വേഗത കുറവായിരിക്കും എന്നല്ല പറയുന്നത്. അപ്പം ഈ ഉപ്പ് വെള്ളത്തിന് സാന്ദ്രത കൂടുതലാണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉപ്പ് വെള്ളത്തിന് സാന്ദ്രത കൂടുതലുള്ളത് കൊണ്ട് അതിൽ സാധനങ്ങളൊക്കെ പൊങ്ങിക്കിടക്കും, താന്നു പോവില്ലല്ലോ.
അപ്പോൾ താന്നു പോവൽ കുറവുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉപ്പുവെള്ളമാണെന്ന് നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമങ്ങളിൽ എന്താണ്, പ്രകാശ വേഗതയും കുറവായിരിക്കും. അപ്പോൾ രണ്ടും കണക്ട് ചെയ്തിട്ട് താഴ്ന്നു പോവൽ കുറവുള്ളത് ഏതാണ്, അത് ഉപ്പുവെള്ളത്തിലാണ്. അപ്പോൾ പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമങ്ങളിൽ എന്താണ്, പ്രകാശ വേഗതയും കുറവായിരിക്കും. അങ്ങനെ ഓർത്തു വെക്കുക. ഇത് കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമാവുമോ എന്നൊന്നും അറിയില്ല. ഞാൻ കണക്ട് ചെയ്ത രീതിയിൽ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നതാണ്. യൂസ്ഫുൾ ആണെങ്കിൽ സ്വീകരിക്കാം. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമങ്ങളിൽ പ്രകാശ വേഗത കൂടുതലായിരിക്കും. ഇതൊക്കെ നമുക്ക് എന്താണെന്നറിയോ, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് കാണുമ്പോൾ കൂടുതലാണോ കുറവാണോ എന്നൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എക്സാം ഹാളിൽ ഇരുന്ന് ഭയങ്കര കൺഫ്യൂഷനായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതാണ്, വേറൊന്നും കരുതണ്ട. അപ്പം മാധ്യമം പ്രകാശവേഗമാണ് കേട്ടോ ഇനി നോക്കുന്നത്. അപ്പോൾ ശൂന്യതയിൽ 3 × 10⁸ മീറ്റർ/സെക്കൻഡാണ്. ജലത്തിലാണെങ്കിലോ 2.25 × 10⁸ ഗ്ലാസ്സിൽ 2 × 10⁸ മീറ്റർ/സെക്കൻഡും വജ്രത്തിലാണെങ്കിലോ 1.25 × 10⁸ മീറ്റർ/സെക്കൻഡാണ്. അപ്പോൾ പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് ലിയോൺ ഫുക്കാർട്ടാണ്. പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് എവിടെ കൂടിയാണ്, അത് ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയത് അത് ലിയോൺ ഫുക്കാർട്ടാണ് കണ്ടെത്തിയത്. വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് വ്യത്യസ്ത അളവിലായിരിക്കുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ലിയോൺ ഫുക്കാർട്ട്. വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ വ്യത്യസ്ത അളവിലായിരിക്കുമെന്ന് കണ്ടെത്തിയത് ആരാണ്, അത് ലിയോൺ ഫുക്കാർട്ടാണ്. പ്രകാശിക സാന്ദ്രത ഏറ്റവും കുറവ് ശൂന്യതയിലാണ്. പ്രകാശിക സാന്ദ്രത ഏറ്റവും കുറവ് എവിടെയാണ്, അത് ശൂന്യതയിലാണ്. പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള മാധ്യമം ഏതാണെന്ന് ചോദിച്ചാൽ അത് വജ്രമാണ്. പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള മാധ്യമം ചോദിച്ചാൽ അത് വജ്രമാണ്. പ്രകാശം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ്. പ്രകാശം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് എവിടെ കൂടിയാണ്, ശൂന്യതയിൽ കൂടിയാണ്. പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം ചോദിച്ചാലോ അത് വജ്രമാണ് അല്ലേ. അപ്പം സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള മാധ്യമമാണെന്നുണ്ടെങ്കിൽ അത് വജ്രമാണ്. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമങ്ങളിൽ പ്രകാശിക വേഗത എന്താണ്, കുറവായിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. ഇനി പ്രതിപതന നിയമങ്ങൾ നോക്കാം. മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം പ്രതിപതിക്കുമ്പോൾ പ്രതിപതന കോണം തുല്യമായിരിക്കും. മിനുസമുള്ള പ്രതലങ്ങളിൽ തട്ടിയിട്ട് പ്രകാശം പ്രതിപതിക്കുമ്പോൾ പതനകോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. പതനരശ്മിയും പ്രതിപതന രശ്മിയും പതന ബിന്ദുവിലേക്ക് പ്രതിപതന തലത്തിന് വരയ്ക്കുന്ന ലംബവും ഒരേ തലത്തിലായിരിക്കും. ഇനി പ്രതിപതനം നോക്കാം. പ്രതിഫലനം, പ്രതിപതനം കേട്ടോ, റിഫ്ലക്ഷൻ ആണ്. വസ്തുക്കളുടെ പ്രതലത്തിൽ തട്ടി പ്രകാശം അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രതിപതനം എന്ന് പറയുന്നത്. വസ്തുക്കളുടെ പ്രതലത്തിൽ തട്ടിയിട്ട് ആ പ്രകാശം എന്ത് ചെയ്യുന്നു, അതേ മാധ്യമത്തിൽ തന്നെ തിരിച്ചു വരുന്ന പ്രതിഭാസത്തെയാണ് പ്രതിപതനം എന്ന് പറയുന്നത്. ഒരു സുതാര്യ മാധ്യമത്തിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുവിൽ നിന്നും പ്രതിപതിച്ചെത്തുന്ന രശ്മികൾ നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് ആ വസ്തു ദൃശ്യമാകുന്നത്. ആ പ്രതലത്തിന് പതിക്കുന്ന കിരണങ്ങൾ, ഒരു പ്രതലത്തിൽ പതിക്കുന്ന കിരണങ്ങൾ എന്താണ്, പതന കിരണങ്ങളാണ് അല്ലേ. പ്രതലത്തിൽ പതിക്കുന്ന കിരണങ്ങളാണ് പതന കിരണങ്ങൾ. ആ പ്രതലത്തിൽ നിന്നും തിരിച്ചു വരുന്ന കിരണങ്ങളാണ് പ്രതിപതന കിരണം എന്ന് പറയുന്നത്. സിനിമാ ഹാളിലെ സിനിമാ പ്രദർശനത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസം പ്രതിപതനമാണെന്ന് ഓർത്തു വെക്കുക. സിനിമാ ഹാളിലെ സിനിമാ പ്രദർശനത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസം ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രതിപതനമാണ്. ക്രമപ്രതിപതനം നടക്കുന്ന വസ്തുക്കൾക്ക് ഉദാഹരണം കണ്ണാടി, സ്റ്റീല്, പാത്രം, മിനുസമുള്ള ടൈല്. മിനുസവും ക്രമവും പ്രതലത്തിൽ പ്രകാശരശ്മികൾ പതിക്കുമ്പോൾ പ്രതിപതനത്തിന് ശേഷം പ്രകാശരശ്മികൾ സമാന്തരമായി കടന്നു പോകുന്നതാണ് ക്രമപ്രതിപതനം. ഇവിടെ പ്രതിബിംബം രൂപപ്പെടുന്നു. മിനുസമില്ലാത്ത പ്രതലത്തിൽ പതിക്കുമ്പോൾ പ്രകാശം ക്രമരഹിതമായി പ്രതിപതിക്കുന്നത് വിസരിത പ്രതിപതനമാണ്. മിനുസമില്ലാത്ത പ്രതലത്തിൽ പ്രതിപതിക്കുമ്പോൾ പ്രകാശം ക്രമരഹിതമായിട്ടാണ് പ്രതിപതിക്കുക. അതാണ് വിസരിത പ്രതിപതനം. ഇവിടെ പ്രതിബിംബം രൂപപ്പെടുന്നില്ല. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളിൽ സൂര്യപ്രകാശത്തിന് സംഭവിക്കുന്നത് വിസരിത പ്രതിപതനമാണ്. ഇത് വിസരിതം എന്നറിയപ്പെടുന്നു. ഇനി അപവർത്തനമാണ് നമ്മൾ പഠിക്കുന്നത്, റിഫ്രാക്ഷൻ. സാന്ദ്രതാ വ്യത്യാസമുള്ള രണ്ട് മാധ്യമങ്ങൾക്കിടയിലൂടെ പ്രകാശരശ്മി സഞ്ചരിക്കുമ്പോൾ സഞ്ചാരപാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനത്തെയാണ്
അപവർത്തനം എന്ന് പറയുന്നത്. സാന്ദ്രതാ വ്യത്യാസമുള്ള രണ്ട് മാധ്യമങ്ങൾക്കിടയിലൂടെ പ്രകാശരശ്മി സഞ്ചരിക്കുമ്പോൾ സഞ്ചാരപാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനത്തെയാണ് അപവർത്തനം എന്ന് പറയുന്നത്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം എന്ന് പറയുന്നത് അപവർത്തനമാണ്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് അപവർത്തനമാണ്. ജലം നിറച്ച ഗ്ലാസ്സിൽ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നു നിൽക്കുന്നതായിട്ട് തോന്നാൻ കാരണം എന്താണ്? അതും അപവർത്തനമാണ് കേട്ടോ. അപ്പം ജലം നിറച്ചിട്ടുള്ള ഗ്ലാസ്സിൽ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നു നിൽക്കുന്നതായിട്ട് തോന്നാനുള്ള കാരണം എന്താണ്? അത് അപവർത്തനമാണ്. ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു കമ്പ് വളഞ്ഞിരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് അല്ലേ? അപ്പം ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു കമ്പാണെങ്കിൽ അതെന്താണ് വളഞ്ഞിരിക്കുന്നതായിട്ട് തോന്നുവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാലും അത് അപവർത്തനമാണ്. ഇനി സൂര്യോദയത്തിന് അല്പം മുമ്പും സൂര്യാസ്തമയത്തിന് ശേഷവും, ഇതൊക്കെ SCERT ആണ് കേട്ടോ. സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യപ്രകാശം കാണാൻ കഴിയുന്നതിന് കാരണം അപവർത്തനമാണ്. പ്രിസത്തിൽ ചെരിഞ്ഞു പ്രവേശിക്കുന്ന അവസരത്തിലും പ്രിസത്തിൽ നിന്നും പുറത്തേക്ക് കടക്കുമ്പോഴും പ്രകാശത്തിന് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് അപവർത്തനമാണ്. പ്രിസത്തിൽ നിന്നും ചെരിഞ്ഞു പ്രവേശിക്കുന്ന അവസരത്തിലും പ്രിസത്തിൽ നിന്നും പുറത്തേക്ക് കടക്കുമ്പോഴും പ്രകാശത്തിന് സംഭവിക്കുന്നത് അപവർത്തനമാണ്. ഒരു മാധ്യമത്തിലേക്ക് ലംബമായി പതിക്കുന്ന പ്രകാശത്തിൻ്റെ പാതയ്ക്ക് എന്താണ്? വ്യതിയാനം സംഭവിക്കുന്നില്ല. ഇപ്പോൾ ഒരു മാധ്യമത്തിലേക്ക് ലംബമായിട്ട് പതിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാതയ്ക്ക് എന്ത് സംഭവിക്കുന്നില്ല? വ്യതിയാനം സംഭവിക്കുന്നില്ല. പക്ഷേ എന്താണ്? ചെരിഞ്ഞ് പ്രവേശിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? വ്യതിയാനം സംഭവിക്കുന്നത് അല്ലേ? സാന്ദ്രതാ വ്യത്യാസമുള്ള രണ്ട് മാധ്യമങ്ങൾക്കിടയിലൂടെ പ്രകാശരശ്മി സഞ്ചരിക്കുമ്പോൾ സഞ്ചാരപാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനത്തെയാണ് അപവർത്തനം എന്ന് പറയുന്നത്. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞു പതിക്കുമ്പോൾ അപവർത്തന രശ്മിയുടെ പാത ലംബത്തിൽ നിന്നും അകലുന്നു, ഗ്ലാസിൽ നിന്നും വായുവിലേക്ക്. അപ്പം ഉദാഹരണമാണ് കേട്ടോ. ഇനി പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പതിക്കുകയാണെങ്കിൽ അപവർത്തന രശ്മി ലംബത്തോടടുക്കുന്നു, വായുവിൽ നിന്നും ഗ്ലാസ്സിലേക്ക്. അപ്പം അന്തരീക്ഷത്തിലെ പല അടുക്കുകളും സാന്ദ്രതയിലെ വ്യത്യാസം ഉണ്ടാക്കുന്നത് താപനിലയിലുള്ള വ്യതിയാനം മൂലമാണ്. താപനിലയിലുള്ള വ്യതിയാനം മൂലമാണ് അന്തരീക്ഷത്തിലെ പല അടുക്കുകളുടെയും സാന്ദ്രതയിൽ വ്യത്യാസം ഉണ്ടാകുന്നത്. അപവർത്തനം സംഭവിക്കുമ്പോൾ പ്രകാശത്തിൻ്റെ ആവൃത്തി മാറുന്നില്ല. അപവർത്തനം സംഭവിക്കുമ്പോൾ പ്രകാശത്തിൻ്റെ ആവൃത്തി മാറുന്നില്ല. അപവർത്തന നിയമങ്ങൾ നോക്കാം. പതനകോണ്, അപവർത്തന കോണ്, വിഭജന തലത്തിൽ പതനകോണ് വരച്ച ലംബം എന്നിവ ഒരേ തലത്തിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. പതനരശ്മി, അപവർത്തന രശ്മി, വിഭജന തലത്തിൽ പതന ബിന്ദുവിൽ വരച്ച ലംബം എന്നിവ ഒരേ തലത്തിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. NCERT പ്രകാരമാണ് കേട്ടോ അത്. SCERT പ്രകാരമാണെങ്കിൽ പതനകോണ്, അപവർത്തന കോണ്, പതനകോണും അപവർത്തന കോണും വിഭജന തലത്തിൽ പതന ബിന്ദുവിൽ വരച്ച ലംബം എന്നിവ ഒരേ തലത്തിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ NCERT പ്രകാരം പതനരശ്മി, അപവർത്തന രശ്മി, വിഭജന തലത്തിൽ പതന ബിന്ദുവിൽ വരച്ച ലംബം എന്നിവ ഒരേ തലത്തിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പം ഇനി സ്നെൽസ് നിയമമാണ് പഠിക്കാൻ പോകുന്നത്. പതന കോണിൻ്റെയും അപവർത്തന കോണിൻ്റെയും സൈൻ വിലകൾ തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നത് sin I/sin R ആണ്. ഒരു സ്ഥിരസംഖ്യയായിരിക്കും. സ്നെൽസ് നിയമം ഒരു സ്ഥിരസംഖ്യയെ പറയുന്നത് അപവർത്തനാങ്കം എന്നാണ് കേട്ടോ. അപവർത്തനാങ്കം എന്നാണ് ഒരു സ്ഥിരസംഖ്യയെ പറയുന്നത്. ഇനി അപവർത്തനാങ്കം എന്താണെന്ന് നോക്കാം. പ്രകാശത്തിൻ്റെ ശൂന്യതയിലെ വേഗവും മധ്യമത്തിലെ വേഗവും തമ്മിലുള്ള അനുപാതം സൂചിപ്പിക്കുന്ന സ്ഥിരസംഖ്യയാണ് അപവർത്തനാങ്കം. പ്രകാശത്തിലെ ശൂന്യതയിലെ വേഗവും മധ്യമത്തിലെ വേഗവും തമ്മിലുള്ള അനുപാതം സൂചിപ്പിക്കുന്ന സ്ഥിരസംഖ്യയെ അപവർത്തനാങ്കം എന്ന് പറയുന്നു. അപവർത്തനാങ്കം എന്താണ്? ശൂന്യതയിലെ പ്രകാശ വേഗത ബൈ മാധ്യമത്തിലെ പ്രകാശ വേഗത. അപവർത്തനാങ്കം തുല്യമായ മാധ്യമങ്ങളിൽ പ്രകാശപാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നില്ല. കടന്നുപോകുന്ന പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യം കൂടുമ്പോൾ അപവർത്തനാങ്കം കുറയുന്നു. പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യം കുറയുമ്പോൾ അപവർത്തനാങ്കം കൂടുന്നു. പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യം കുറയുമ്പോൾ അപവർത്തനാങ്കം കൂടുകയും എല്ലാ പദാർത്ഥത്തിലും അപവർത്തനാങ്കം എല്ലായ്പ്പോഴും സ്ഥിരമായിരിക്കില്ല. എല്ലാ പദാർത്ഥത്തിലും അപവർത്തനാങ്കം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും സ്ഥിരമായിരിക്കില്ല. മാധ്യമത്തിൻ്റെ പ്രകാശ സാന്ദ്രതയ്ക്ക് വ്യത്യാസം അനുസരിച്ച് അപവർത്തനാങ്കം വ്യത്യാസപ്പെടുന്നു. മാധ്യമത്തിൻ്റെ പ്രകാശ സാന്ദ്രത വ്യത്യാസപ്പെടുന്നതിനനുസരിച്ചിട്ട് അപവർത്തനാങ്കവും വ്യത്യാസപ്പെടുന്നുണ്ട്. ഒരു മാധ്യമത്തിലെ മറ്റൊരു മാധ്യമത്തെ അപേക്ഷിച്ചുള്ള അപവർത്തനാങ്കത്തെ ആപേക്ഷിക അപവർത്തനാങ്കം എന്ന് പറയുന്നു. ശൂന്യതയെ അപേക്ഷിച്ച് ഒരു മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കത്തെ കേവല അപവർത്തനാങ്കം എന്ന് പറയുന്നു. കേവല അപവർത്തനാങ്കം സാധാരണയായി അപവർത്തനാങ്കം എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് നോക്കാം അപവർത്തനാങ്കവും വായുവുമാണ് കേട്ടോ.
അപ്പോൾ മാധ്യമം എന്ന് പറയുന്നത് വായുവാണ്. 1.0003 അപവർത്തനാങ്കം വായുവിൻ്റേത് വരുന്നത്. ഐസ് ആണെങ്കിൽ 1.31, ജലമാണെങ്കിൽ 1.33, ആൽക്കഹോള് 1.36, മണ്ണെണ്ണ 1.44. അപ്പോൾ ഞാൻ ഇതൊന്നും നിങ്ങൾ കാണാതെ പഠിക്കണം എന്നൊന്നും പറയുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്നിട്ട് വായിച്ചിട്ട് പോവുക. ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്കിതൊന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാകും. അപ്പോൾ സൺഫ്ലവർ ഓയിൽ 1.47. ഇപ്പം എല്ലാവരും ഇത് എല്ലാം മൊത്തം ഇരുന്ന് പഠിച്ചിട്ടൊന്നുമല്ല ആരും ലിസ്റ്റിൽ കയറുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മാക്സിമം നമ്മളുടെ എഫേർട്ട് എടുത്തിട്ട് നമ്മൾ പഠിക്കാൻ നോക്കുക, മാക്സിമം പഠിക്കുക, ബാക്കിയുള്ളത് വിട്ട് കളയുക, എന്നിട്ട് എക്സാം പോയി എഴുതുക, നല്ല രീതിക്ക് എല്ലാം ഒന്ന് കവർ ചെയ്തിട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം സിലബസിലൂടെ എന്തായാലും ഒരു വട്ടമെങ്കിലും ഒന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 50% അല്ലെങ്കിൽ ഒരു 75% നമുക്ക് മാർക്ക് വാങ്ങാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. പിന്നെ മലയാളം, മാത്സ്, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ കറണ്ട് അഫെയർ, അതിന് മാക്സിമം ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ട് പഠിക്കണം. ഇത് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അപ്പം നിങ്ങൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കണം. നമുക്ക് ലിസ്റ്റ് വരുമ്പം നമ്മളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവണം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല റാങ്ക് കിട്ടിയെന്ന് എനിക്ക് കേൾക്കണം, അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം നമുക്ക് മുന്നോട്ട് പോകാം. സൺഫ്ലവർ ഓയിൽ 1.47, പൈറക്സ് ഗ്ലാസ് 1.47, ഗ്ലിസറിൻ ആണെങ്കിലും 1.47, ടെർപ്പൻറ്റൈൻ ഓയിൽ ആണെങ്കിലും 1.47, ബെൻസീൻ 1.5, ക്രൗൺ ഗ്ലാസ് 1.52, ഗ്ലാസ് 1.52, ഫ്ലിൻ ഗ്ലാസ് 1.62, റൂബി 1.71, വജ്രം ആണെങ്കിൽ 2.42. അപ്പോൾ അപവർത്തനാങ്കം ഏറ്റവും കൂടിയിട്ടുള്ളത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് വജ്രത്തിലാണ് എന്ന് ഓർത്തു വെക്കുക. ഇനി അന്തരീക്ഷ അപവർത്തനാങ്കം. പ്രകാശ സാന്ദ്രത വ്യത്യാസമുള്ള മാധ്യമങ്ങളിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് കൊണ്ട് പ്രകാശത്തിന് തുടർച്ചയായിട്ട് അപവർത്തനം സംഭവിക്കുന്നതിനാൽ പ്രകാശ സ്രോതസ് മിന്നുന്നതായിട്ട് തോന്നും. അപ്പം അന്തരീക്ഷ അപവർത്തനാങ്കത്തിൽ പ്രകാശ സാന്ദ്രത വ്യത്യാസമുള്ള മാധ്യമങ്ങളിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് കൊണ്ട് പ്രകാശത്തിന് തുടർച്ചയായിട്ട് അപവർത്തനം സംഭവിക്കുന്നതിനാൽ പ്രകാശ സ്രോതസ് മിന്നുന്നതായിട്ട് തോന്നും. നക്ഷത്രങ്ങൾ വളരെ അകലെയായിരുന്നതിനാൽ ഇത് ഒരു ബിന്ദു സ്രോതസ് പോലെ അനുഭവപ്പെടുന്നു. നക്ഷത്രങ്ങളിൽ നിന്നും വരുന്ന പ്രകാശരശ്മി അപവർത്തനം കഴിഞ്ഞ് കണ്ണിലെത്തുമ്പോൾ പല ബിന്ദുവിൽ നിന്നും വരുന്നത് പോലെ തോന്നും. ഇത് നക്ഷത്രത്തിൻ്റെ മിന്നിത്തിളക്കത്തിന് കാരണമാകുന്നു. പൂർണ്ണാന്തര പ്രതിഫലനം, പൂർണ്ണാന്തര പ്രതിപതനം. അപ്പോൾ എന്താണെന്ന് നോക്കാം. പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതന കോണിൽ പ്രകാശരശ്മി പ്രവേശിക്കുമ്പോൾ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് പ്രതിപതിക്കുന്നതിനെയാണ് പൂർണ്ണാന്തരിക പ്രതിഫലനം എന്ന് പറയുന്നത്. അപ്പോൾ പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതന കോണിൽ പ്രകാശരശ്മി പ്രവേശിക്കുമ്പോൾ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് പ്രതിപതിക്കുന്നതിനെയാണ് പൂർണ്ണാന്തരിക പ്രതിപതനം എന്ന് നോക്കാം. എക്സാമ്പിളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പം മരുഭൂമികൾ, മരീചിക എന്ന പ്രതിഭാസം ഉണ്ടാകുവാനുള്ള കാരണം എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ പൂർണ്ണാന്തര പ്രതിപതനം ആണ് എന്നാണ് NCERT ടെക്സ്റ്റ് പ്രകാരം കേട്ടോ. PSC ഉത്തര സൂചിക പ്രകാരം അപവർത്തനമാണ് എന്നുകൂടി ഓർത്തു വെക്കുക. ഫാറ്റ മൊർഗാന എന്ന പദം ബന്ധപ്പെട്ടിരിക്കുന്നത് മരീചികയുമായിട്ടാണ് കേട്ടോ. ഫാറ്റ മൊർഗാന, അത് പ്രത്യേകം ഓർത്തു വെക്കുക. ഫാറ്റ മൊർഗാന എന്ന പദം എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അത് മരീചികയുമായിട്ടാണ്. പ്രകാശരശ്മി പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തന കോണ് 90 ഡിഗ്രി ആവുന്ന സന്ദർഭത്തിലെ പതന കോണ് ക്രിട്ടിക്കൽ കോണാണ്. ജലത്തിലെ ക്രിട്ടിക്കൽ കോണളവ് എന്ന് പറയുന്നത് 48.6 ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ജലത്തിലെ ക്രിട്ടിക്കൽ കോണളവ് എന്ന് പറയുന്നത് 48.6 ആണ്. ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ കോണളവ് എത്രയാണ്? അത് 42 ഡിഗ്രിയാണ്. ജലത്തിൻ്റെ ക്രിട്ടിക്കൽ കോണളവ് 48.6 ഡിഗ്രിയാണ്. ജലത്തിൽ നിന്നും 45 ഡിഗ്രി കോണളവിൽ വായുവിലേക്ക് പതിക്കുന്ന പ്രകാശത്തിന് പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുന്നില്ല. കാരണം 45 ഡിഗ്രി എന്ന ജലത്തിൻ്റെ ക്രിട്ടിക്കൽ കോണളവിനേക്കാൾ കുറവാണ്. പതന കോണ ക്രിട്ടിക്കൽ കോണളവിനേക്കാൾ കൂടുതലായിരിക്കുമ്പോഴാണ് പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുന്നത്. ഒപ്റ്റിക്കൽ ഫൈബറുകൾ വഴി അതിവേഗം വിവരവിനിമയത്തിന് കാരണമാകുന്നത് പ്രകാശിക പ്രതിഭാസമാണ്, പൂർണ്ണാന്തരിക പ്രതിഫലനം. അപ്പം ഒപ്റ്റിക്കൽ ഫൈബറുകൾ വഴി അതിവേഗം വിവരവിനിമയത്തിന് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? അത് പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. ഒപ്റ്റിക്കൽ ഫൈബർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഗ്ലാസ് നാരുകളാണ് ഒപ്റ്റിക്കൽ ഫൈബർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് നരീന്ദർ സിംഗ് കപാനിയാണ്. അപ്പം
ഈ ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പിതാവ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഫൈബർ എന്ന് പറഞ്ഞാൽ എന്താണ്? നാരാണ് അല്ലേ, നാരാണ്. അപ്പം നരീന്ദർ സിംഗ് കബാനി, ആ പേരിൽ തന്നെ നമുക്ക് നാര് കാണാൻ കഴിയുന്നില്ലേ. അപ്പം നരീന്ദർ സിംഗ് കബാനിയാണ് ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പിതാവ് എന്ന് പറയുന്നത്. ഇനി രാജ്യമെങ്ങും ഒപ്റ്റിക്കൽ ഫൈബർ സ്ഥാപിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? അത് ഭാരത് നെറ്റ് പദ്ധതിയാണ്. അപ്പം നെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ നെറ്റിനെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ എന്താണ് ഫൈബർ സ്ഥാപിക്കുക, ഒപ്റ്റിക്കൽ ഫൈബർ എന്നുള്ളത് കണക്ട് ചെയ്യാം. രണ്ടും കൂടി കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് നെറ്റ് പദ്ധതി, ഭാരത് നെറ്റ് പദ്ധതിയാണെന്ന് കിട്ടും. 2002-2003 23 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് കേട്ടോ. ഇനി ശരീരത്തിൽ അന്തർഭാഗത്തിൽ കാണാനായിട്ട് വൈദ്യശാസ്ത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന എൻഡോസ്കോപ്പിയിൽ പ്രാവർത്തികമാക്കിയിരിക്കുന്നത് പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. ശരീരത്തിലെ ആന്തരഭാഗങ്ങൾ കാണാനായിട്ട് വൈദ്യശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന എൻഡോസ്കോപ്പിയിൽ പ്രവർത്തനമാക്കിയിരിക്കുന്നത് പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. മെഡിറ്ററേനിയൻ കടലിന് സമീപത്തുള്ള മെസ്സിന പട്ടണത്തിൽ നിന്നുള്ള പ്രകാശം രാത്രികാലത്ത് അന്തരീക്ഷത്തിൽ വെച്ച് പൂർണ്ണാന്തര പ്രതിഫലനത്തിന് വിധേയമായിട്ട് അതിൻ്റെ പ്രതിച്ഛായ ആകാശത്ത് ഉയർന്നു കാണപ്പെടുന്ന പ്രതിഭാസമാണ് ഒപ്റ്റിക്കൽ ലൂമിംഗ് എന്ന് പറയുന്നത്. ഒപ്റ്റിക്കൽ ലൂമിംഗ് എവിടെയാണ്? മെഡിറ്ററേനിയൻ കടലിന് സമീപത്തുള്ള മെസ്സിന എന്ന പട്ടണത്തിലാണ് കേട്ടോ. മെസ്സിന എന്ന പട്ടണത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പ്രകാശം രാത്രികാലത്ത് അന്തരീക്ഷത്തിൽ വെച്ചിട്ട് പൂർണ്ണാന്തര പ്രതിഫലനത്തിന് വിധേയമായതിന് ശേഷം അതിൻ്റെ പ്രതിച്ഛായ ആകാശത്ത് ഉയർന്നു കാണപ്പെടുന്ന പ്രതിഭാസത്തെ ഒപ്റ്റിക്കൽ ലൂമിംഗ് എന്ന് പറയുന്നു. അക്വേറിയത്തിൻ്റെ അടിത്തട്ട് ജലോപരിതലത്തിൽ പ്രതിപദിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് പൂർണ്ണാന്തര പ്രതിപതനമാണ്. അക്വേറിയത്തിൻ്റെ അടിത്തട്ട് ജലോപരിതലത്തിൽ പ്രതിപദിക്കാൻ കാരണം എന്താണ്? അത് പൂർണ്ണാന്തരിക പ്രതിപതനമാണെന്ന് ഓർത്തു വെക്കുക. പൂർണ്ണാന്തരിക പ്രതിപതനം. അക്വേറിയത്തിൻ്റെ അടിത്തട്ട് ജലോപരിതലത്തിൽ പ്രതിപദിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് പൂർണ്ണാന്തരിക പ്രതിപതനമാണ്. സൂര്യപ്രകാശം ജലകണികകളിൽ കൂടി കടന്നു പോകുമ്പോൾ വിധേയമാകുന്ന പ്രതിഭാസങ്ങളാണ് അപവർത്തനവും പൂർണ്ണാന്തരിക പ്രതിപതനവും പ്രകീർണനവും. അപ്പോൾ സൂര്യപ്രകാശം ജലകണികകളിൽ കൂടി കടന്നു പോകുമ്പോൾ വിധേയമാകുന്ന പ്രതിഭാസങ്ങൾ ഏതൊക്കെയാണ്? അപവർത്തനം, പൂർണ്ണാന്തരിക പ്രതിപതനം, പ്രകീർണനം. വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസമാണ് പൂർണ്ണാന്തരിക പ്രതിപതനം. നിത്യജീവിതത്തിൽ പൂർണ്ണാന്തര പ്രതിപതനത്തിൻ്റെ പ്രായോഗിക ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ചികിത്സാരംഗത്ത് എൻഡോസ്കോപ്പിയിലും ഇനി വാർത്താവിനിമയ രംഗത്ത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളായിട്ട്, ഓട്ടോമോട്ടീവ് റെയിൻ സെൻസറുകളായിട്ട്, ക്യാമറയോടനുബന്ധിച്ചിട്ടുള്ള ടച്ച് സ്ക്രീനുകളായിട്ടെല്ലാം ഉപയോഗിക്കാറുണ്ട്. അപ്പം നമുക്ക് ഇനി ലെൻസാണ് പഠിക്കാനുള്ളത്. ഇനി അധികം പേജുകളൊന്നുമില്ല, വളരെ കുറച്ച് പേജുകളുള്ളൂ. നമ്മളുടെ ഈ ഒരു പ്ലാന് കഴിയാറായിട്ടുണ്ട്. അപ്പം നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാവുക. നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കുന്നത് കെമിസ്ട്രിയിലെ അലോഹ സംയുക്തങ്ങളാണ് നോക്കിക്കൊണ്ടിരുന്നത് അല്ലേ. അലോഹ സംയുക്തങ്ങളല്ല, അലോഹങ്ങളാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം ഇന്ന് നമ്മൾക്ക് പഠിക്കാനുള്ളത് ഹൈഡ്രജനാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അപ്പം നോക്കാം. ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകം ഹൈഡ്രജനാണ്. ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകം ഏതാണ്? ഹൈഡ്രജനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. 1766 ഹെൻറി കാവൻഡിഷ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. ഹെൻറി കാവൻഡിഷ്, അപ്പം ഹെൻറിയിലും ഹൈഡ്രജനിലും ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഹെൻറി കാവൻഡിഷ് ഹൈഡ്രജൻ വാതകത്തിന് നൽകിയ വിശേഷണം കത്തുന്ന വായുവാണ് കേട്ടോ. കത്തുന്ന വായുവാണ്. ഹെൻറി കാവൻഡിഷ് ഹൈഡ്രജൻ വാതകത്തിന് നൽകിയ വിശേഷണം എന്താണെന്ന് ചോദിച്ചാൽ അത് കത്തുന്ന വായു എന്നാണ്. കത്തുന്ന വായു. ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ലാവോസിയാണ്. ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് ലാവോസിയാണ്. ഒരാൾ കണ്ടെത്തി, ഒരാൾ പേര് കൊടുത്തു അല്ലേ. പേരിട്ടത് ആരാണ്? പേരിട്ടത് ലാവോസിയാണെന്ന് ഓർത്ത് വെക്കുക. ഹൈഡ്രജൻ എന്ന പേരിനർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ്. ഹൈഡ്രജൻ എന്ന പേരിനർത്ഥം എന്താണ്? അത് ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ്. എന്നാൽ ഹെൻറി കാവൻഡിഷ് ഹൈഡ്രജൻ വാതകത്തിന് നൽകിയ വിശേഷണം എന്താണെന്ന് ചോദിച്ചാൽ കത്തുന്ന വായു എന്നാണ് കേട്ടോ. ആറ്റോമിക നമ്പറും മാസ് നമ്പറും ഒന്നായ മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ ആണ്. ആറ്റോമിക നമ്പറും മാസ് നമ്പറും ഒന്നായിട്ടുള്ള മൂലകം ഏതാണ്? അത് ഹൈഡ്രജൻ ആണ്. സ്വയം കത്തുന്ന മൂലകം ഏതാണ്?
സ്വയം കത്തുന്ന മൂലകമാണ് ഹൈഡ്രജൻ. നിരോക്സീകരണത്തിൽ സ്വീകരിക്കപ്പെടുന്ന മൂലകം ഹൈഡ്രജനാണ്. നിരോക്സീകരണത്തിൽ സ്വീകരിക്കപ്പെടുന്ന മൂലകം എന്ന് പറയുന്നത് ഹൈഡ്രജനാണ്. നിരോക്സീകരണത്തിൽ സ്വീകരിക്കപ്പെടുന്ന മൂലകം. എല്ലാ ആസിഡുകളുമുള്ള പൊതുഗുണമാണ് ഹൈഡ്രജൻ. എല്ലാ ആസിഡുകളിലുമുള്ള പൊതു ഘടകമാണ് ഹൈഡ്രജൻ. എല്ലാ ആസിഡുകളിലുമുള്ള പൊതുഘടകം ഹൈഡ്രജനാണ്. ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റം ഹൈഡ്രജൻ ആറ്റമാണ്. ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റം ഹൈഡ്രജൻ ആറ്റമാണ്. പ്രപഞ്ചത്തിലെ മൊത്തം ദ്രവ്യത്തിന്റെ 3/4 അടങ്ങിയിരിക്കുന്നത് മൂലകം ഹൈഡ്രജനാണ്. റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ദ്രവ ഹൈഡ്രജനാണ്. ലോഹഗുണം പ്രദർശിപ്പിക്കുന്ന അലോഹ മൂലകമാണ് ഹൈഡ്രജൻ. ലോഹഗുണം പ്രദർശിപ്പിക്കുന്ന അലോഹ മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജനാണ്. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകമാണ് ഹൈഡ്രജൻ. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകം ഏതാണ്? ഹൈഡ്രജനാണ്. ഇനി ജലവും പൊട്ടാസ്യവുമായുള്ള പ്രവർത്തനം ഫലമായി ഉണ്ടാകുന്ന വാതകം എന്ന് പറയുന്നത് ഹൈഡ്രജനാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജനാണ്. എവിടെയാണ്? പ്രപഞ്ചത്തിലാണെന്ന് ഓർത്തു വെക്കണേ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജനാണ്. അന്തരീക്ഷത്തിലാണെങ്കിലോ? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ളത് മൂലകം ഏതാണെന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഏറ്റവും ലഘുവായ ആറ്റം ഹൈഡ്രജനാണ്. ഏറ്റവും ലഘുവായ ആറ്റം ഏതാണ്? അത് ഹൈഡ്രജനാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹൈഡ്രജനാണ്. ഏറ്റവും ഭാരം കുറഞ്ഞത് ഏതാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രജനാണ്. ഏറ്റവും ലഘുവായ ആറ്റം ഏതാണെന്ന് ചോദിച്ചാലും ഹൈഡ്രജനാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണെന്ന് ചോദിച്ചാലും ഹൈഡ്രജനാണ്. ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടാത്ത മൂലകം ഹൈഡ്രജനാണ്. ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടുന്നില്ല അല്ലേ? അപ്പം ആസിഡുകൾ ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഏതാണ്? അത് ഹൈഡ്രജനാണ്. ആസിഡുകൾ ലോഹവുമായി പ്രവർത്തിക്കുമ്പോഴാണ് കേട്ടോ, ലോഹവുമായിട്ടാണ്. സിങ്കും സൾഫ്യൂരിക് ആസിഡും തമ്മിലുള്ള പ്രവർത്തിച്ചു ഉണ്ടാകുന്ന ജ്വലിക്കുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജനാണ്. സിങ്കും സൾഫ്യൂരിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ചു ഉണ്ടാകുന്ന ജ്വലിക്കുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജനാണ്. അപൂരിത എണ്ണകളെ പൂരിതമാക്കുന്നതിന് ഉപയോഗിക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ. അപൂരിത എണ്ണകളെ ഉപയോഗിക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ. വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജനാണ്. വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകം ഹൈഡ്രജനാണ്. സസ്യ എണ്ണകളിലൂടെ ഹൈഡ്രജൻ വാതകം കടത്തിവിട്ടാണ് വനസ്പതി നിർമ്മിക്കുന്നത്. സസ്യ എണ്ണകളിലൂടെ ഹൈഡ്രജൻ വാതകം കടത്തിവിട്ടാണ് വനസ്പതി ഉപയോഗിക്കുന്നത്. വായുവിൽ ഉയർന്നു പൊങ്ങുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഹൈഡ്രജനാണ്. ഏറ്റവും കൂടുതൽ കലോറിക മൂല്യമുള്ള ഇന്ധനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ ബോംബിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ് ഡ്യൂട്ടീരിയവും ട്രിഷിയവും. അത് ഓർത്തു വെക്കുക. ഹൈഡ്രജൻ ബോംബിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഡ്യൂട്ടീരിയവും ട്രിഷിയവുമാണ്. ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവായ ഐസോടോപ്പ് ഏതാണ്? റേഡിയോ ആക്റ്റീവായ ഐസോടോപ്പ് ചോദിച്ചാൽ അത് ട്രിഷിയമാണ്. ട്രിഷിയം. ഇനി സാധാരണ ഹൈഡ്രജൻ പ്രോട്ടിയമാണ്. സാധാരണ ഹൈഡ്രജൻ എന്നുള്ളത് നമുക്കറിയാം പ്രോട്ടിയമാണ്. സുലഭമായി കാണപ്പെടുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് പ്രോട്ടിയം എന്ന് പറയുന്നത്. ന്യൂട്രോണുകൾ ഇല്ലാത്ത ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രോട്ടിയമാണ് അല്ലേ. ന്യൂട്രോണുകൾ ഇല്ല. ഇപ്പം പ്രോട്ടിയത്തിന് എന്തില്ല? ന്യൂട്രോണുകൾ ഇല്ല. അത് 1 അല്ലേ. മാസ് നമ്പർ 1, അറ്റോമിക് നമ്പറും 1. അപ്പം ഇനി എന്താണ്? ന്യൂട്രോണുകൾ ഇല്ലാത്ത ഹൈഡ്രജൻ ഐസോടോപ്പാണ് പ്രോട്ടിയം എന്ന് പറയുന്നത്. ഒരു ന്യൂട്രോൺ മാത്രമുള്ള ഐസോടോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡ്യൂട്ടീരിയമാണ്. അപ്പോൾ പഠിച്ചു വെക്കുമ്പോൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം എന്ന് തന്നെ പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കഴിയും. 2 ന്യൂട്രോണുകൾ ഉള്ള ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ട്രിഷിയമാണ്. 2 ന്യൂട്രോണുകൾ ഉള്ള ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് ട്രിഷിയം എന്ന് പറയുന്നത്. തുറന്ന പുസ്തകത്തിൻ്റെ ആകൃതിയിലുള്ള ഹൈഡ്രജൻ സംയുക്തം ഏതാണ്? അത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് തുറന്ന പുസ്തകത്തിൻ്റെ ആകൃതിയിലുള്ള ഹൈഡ്രജൻ സംയുക്തം. തുറന്ന പുസ്തകത്തിൻ്റെ ആകൃതിയിലുള്ള ഹൈഡ്രജൻ സംയുക്തം ഏതാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. പെറോക്സൈഡ്. ഇനി ബ്ലീച്ചിങ് ഏജൻ്റായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് ബ്ലീച്ചിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കുന്നത്. പഴയ എണ്ണ ഛായാചിത്രങ്ങളിൽ നിറം നിലനിർത്തുന്നതിനായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. പഴയ എണ്ണ ഛായാചിത്രങ്ങളിൽ നിറം നിലനിർത്തുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടന വേഗം കുറയ്ക്കാൻ അതിൽ ചേർക്കുന്ന നെഗറ്റീവ് ഉൾപ്രേരകമാണ് ഫോസ്ഫോറിക് ആസിഡ്. ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? H3PO4 ആണ് കേട്ടോ. H3PO4 ആണ് ഫോസ്ഫോറിക് ആസിഡ്. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടന വേഗം കുറയ്ക്കാൻ അതിൽ ചേർക്കുന്ന നെഗറ്റീവ് ഉൾപ്രേരകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫോസ്ഫോറിക് ആസിഡാണ്. H3PO4 ആണ്. മനുഷ്യനിർമ്മിത പെട്രോളായിട്ട് ഉപയോഗിക്കുന്ന
ഉപയോഗിക്കുന്നത് ഹൈഡ്രജനാണ്. മനുഷ്യനിർമ്മിതമായിട്ടുള്ള പെട്രോളായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? അത് ഹൈഡ്രജനാണ്, മനുഷ്യനിർമ്മിത പെട്രോള്. ഹൈഡ്രജനെ ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? സ്ഫോടന സാധ്യതയാണ് അല്ലേ. ഹൈഡ്രജൻ്റെ രൂപാന്തരങ്ങൾ നോക്കാം. ഹൈഡ്രജൻ്റെ രൂപാന്തരങ്ങൾ ഓർത്തോ ഹൈഡ്രജൻ, പാരാ ഹൈഡ്രജൻ. ഓർത്തോ ഹൈഡ്രജനും പാരാ ഹൈഡ്രജനുമാണ്. അപ്പം ഓർത്തോ പാര വെക്കാൻ ഹൈഡ്രജൻ അല്ലേ, ഓർത്തോ പാര വെക്കാം. ഹൈഡ്രജൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓർത്തിട്ട് പാര വെക്കാം. ഓക്കെ. ഇനി ഹൈഡ്രജൻ്റെ രൂപാന്തരങ്ങൾ കണ്ടുപിടിച്ചത് ഹൈസൻബർഗാണ്. ഹൈസൻബർഗാണ് ഹൈഡ്രജൻ്റെ രൂപാന്തരങ്ങൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? അത് നിങ്ങൾക്കറിയാം അല്ലേ, നിങ്ങൾ പഠിച്ചു. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാ നമ്മൾ പഠിച്ചു. പിന്നെന്താണ്? ഹൈഡ്രജൻ രൂപാന്തരങ്ങൾ കണ്ടുപിടിച്ചത് ആരാണ്? അത് ഹൈസൻബർഗാണ്. ഘനജലം നോക്കാം. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയം ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചുണ്ടാകുന്ന സംയുക്തമാണ് ഘനജലം. D2O അല്ലേ. ഘനജലം എന്ന് പറയുന്നത് എന്താണ്? D2O ആണ് ഘനജലം. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയം ആണ് കേട്ടോ. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പായിട്ടുള്ള ഡ്യൂട്ടീരിയം ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചുണ്ടാകുന്നതാണ് ഘനജലം എന്ന് പറയുന്നത്. ഘനജലം. ഇനി പ്രകൃതിയിൽ ജലത്തിൻ്റെ 6001 ഘനജലമായിരിക്കും. പ്രകൃതിദത്ത ജലത്തിൽ എന്താണ്? 6001 ഘനജലമായിരിക്കും. ഘനജലത്തിൽ ഉപയോഗങ്ങൾ എന്ന് പറയുന്നത് ന്യൂക്ലിയർ റിയാക്ടറിൽ മോഡറേറ്ററായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഡ്യൂട്ടീരിയം ഐസോട്ടോപ്പിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. രാസപ്രവർത്തനങ്ങൾ ട്രൈസറായിട്ടും ഉപയോഗിക്കുന്നു. അപ്പം എന്തൊക്കെയാണ്? ന്യൂക്ലിയർ റിയാക്ടറുകളിൽ മോഡറേറ്ററായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഡ്യൂട്ടീരിയം ഐസോട്ടോപ്പിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്, രാസപ്രവർത്തനത്തിൽ ട്രൈസറായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. രാസനാമങ്ങൾ ജലം ഡൈഹൈഡ്രജൻ മോണോക്സൈഡാണ്. ഡൈഹൈഡ്രജൻ മോണോക്സൈഡാണ്. H2O ആണ് എന്ത്? ജലം എന്ന് പറയുന്നത്. ഡൈഹൈഡ്രജൻ മോണോക്സൈഡ്. ഡൈഹൈഡ്രജൻ മോണോക്സൈഡ് ജലം. ജലത്തിൻ്റെ രാസനാമമാണ് കേട്ടോ ഡൈഹൈഡ്രജൻ മോണോക്സൈഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഘനജലം ഡ്യൂട്ടീരിയം ഓക്സൈഡ്. ഡ്യൂട്ടീരിയം ഓക്സൈഡ് D2O ആണ്. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഓക്സിജൻ ആണ്. ഓക്സിജൻ ഇല്ലെങ്കിൽ നമ്മളില്ല അല്ലേ. അപ്പോൾ ജീവവായു എന്നറിയപ്പെടുന്നത് എന്താണ്? അത് ഓക്സിജനാണ്. ജീവവായു എന്നറിയപ്പെടുന്നത് ഓക്സിജനാണ്. ഓക്സിജൻ വാതകം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ജോസഫ് പ്രീറ്റ്സ്ലിയാണ്. ജോസഫ് പ്രീറ്റ്സ്ലിയാണ് ഓക്സിജൻ വാതകം കണ്ടുപിടിച്ചിട്ടുള്ളത്. ആദ്യമായിട്ട് ഓക്സിജൻ വാതകം കണ്ടുപിടിച്ചത് വില്യം കാൾ ഷീലെ ആണെന്ന വാദവും നിലനിൽക്കുന്നുണ്ട്. ജോസഫ് പ്രീറ്റ്സ്ലി ഉത്തരമായിട്ട് ഓപ്ഷനിൽ ഇല്ലാത്ത PSC ചോദ്യങ്ങൾക്ക് വില്യം ഷീലെ ഉത്തരമായിട്ട് നൽകാവുന്നതാണ്. അപ്പം ഓക്സിജൻ കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ജോസഫ് പ്രീറ്റ്സ്ലിയാണ്. എന്നാൽ കാൾ ഷീലെ ആണെന്നും ഒരു വാദം നിലനിൽക്കുന്നുണ്ട് എന്ന് ഓർത്തു വെക്കുക. ഇനി ജോസഫ് പ്രീറ്റ്സ്ലി ആദ്യമായിട്ട് ഓക്സിജൻ ഉപയോഗിക്കുന്ന പദാർത്ഥം എന്ന് പറയുന്നത് മെർക്കൂറിക് ഓക്സൈഡ് ആണ്. മെർക്കൂറിക് ഓക്സൈഡ് ആണ് ജോസഫ് പ്രീറ്റ്സ്ലി ആദ്യമായിട്ട് ഓക്സിജൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം എന്ന് പറയുന്നത്. ഓക്സിജൻ എന്ന പേര് നൽകിയ ശാസ്ത്രജ്ഞനാണ് ലാവോസിയെ. ലാവോസിയാണ് ഓക്സിജൻ എന്ന പേര് നൽകിയ ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത്. ആസിഡ് ഉണ്ടാക്കുന്നത് എന്ന അർത്ഥം വരുന്ന ഓക്സിജൻസ് എന്ന വാക്കിൽ നിന്നാണ് ഓക്സിജൻ എന്ന പേര് സ്വീകരിച്ചത്. ആസിഡ് ഉണ്ടാക്കുന്നത് എന്ന അർത്ഥം വരുന്ന ഓക്സിജൻസ് എന്ന വാക്കിൽ നിന്നാണ് ഓക്സിജൻ എന്ന പേര് സ്വീകരിച്ചത്. ഓക്സിജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ അംശിക സ്വേദനമാണ്. അംശിക സ്വേദനം. ഓക്സിജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണെന്ന് ചോദിച്ചാൽ അത് അംശിക സ്വേദനമാണ്. ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഓക്സിജനാണ്. റോക്കറ്റിൽ ഓക്സിഡൈസർ ആയിട്ട് ഉപയോഗിക്കുന്ന വാതകം ദ്രാവക ഓക്സിജനാണ്. ദ്രാവക ഓക്സിജൻ. അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് എത്രയാണ്? 21% ആണ് അല്ലേ. കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജനാണ്. കത്തുന്ന വാതകം ഏതാണ്? നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിട്ടുള്ള മൂലകം ഏതാണ്? ഓക്സിജനാണ് അല്ലേ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള മൂലകം ഓക്സിജനാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള മൂലകവും ഓക്സിജനാണ്. ഒരു അങ്ങനെയാണെങ്കിൽ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ ഏത് ഉത്തരം പറയും നിങ്ങൾ? കമൻറ്റ് ചെയ്യണേ. ഒരു പദാർത്ഥം ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുന്ന പ്രതിഭാസം എന്ന് പറയുന്നത് ജ്വലനമാണ്. ഒരു പദാർത്ഥം ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുന്ന പ്രതിഭാസം ജ്വലനമാണ്. നിറം, മണം, രുചി എന്നിവയില്ലാത്ത വാതകം ഓക്സിജനാണ്. നിറം, മണം, രുചി എന്നിവ ഇല്ല. എന്താണ്? നിറം, മണം, രുചി എന്നിവയില്ല. ഓക്സിജൻ വാതകത്തിന് നിറമില്ലെങ്കിലും ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും ഇളനീല നിറത്തിൽ കാണപ്പെടുന്നു. അപ്പോൾ ഖരാവസ്ഥയിലാണെങ്കിലും ദ്രാവകാവസ്ഥയിലാണെങ്കിലും അത് ഇളം നീല നിറത്തിലാണ് കാണപ്പെടുന്നത്. ഇനി ശുദ്ധജലത്തിൻ്റെ ഓക്സിജൻ്റെ അളവ് എന്ന് പറയുന്നത് 89%. ശുദ്ധജലത്തിലെ ഓക്സിജൻ്റെ അളവ് 89%. മുങ്ങൽ വിദഗ്ധർ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നത് ഓക്സിജൻ്റെയും ഹീലിയത്തിൻ്റെയും മിശ്രിതമാണ്.
മിശ്രിതമാണ്. ഓക്സിജന്റെയും ഹീലിയത്തിൻ്റെയും മിശ്രിതമാണ് മുങ്ങൽ വിദഗ്ധർ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന സിലിണ്ടറുകളിൽ ഉപയോഗിക്കുന്നത്. ഓക്സിജൻ ദ്രാവകമായി മാറുന്ന താപനില എന്ന് പറയുന്നത് 183 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഫാരൻഹീറ്റിലാണെങ്കിൽ -297 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഓക്സിജൻ ഖരമായി മാറുന്ന താപനില 219 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഫാരൻഹീറ്റിൽ 362 ആണ്. ഓക്സിജന്റെ പ്രധാന ഐസോട്ടോപ്പുകളാണ് ഓക്സിജൻ 16, ഓക്സിജൻ 17, ഓക്സിജൻ 18. ഓക്സിജന്റെ ഒരു രൂപാന്തരമാണ് ഓസോൺ എന്ന് പറയുന്നത്. O3 ആണ് ഓസോൺ അല്ലെ. ഓസോൺ നമുക്കറിയാം. ഓസോൺ എന്ന ഗ്രീക്ക് പദത്തിനർത്ഥം ഞാൻ മണക്കുന്നു എന്നാണ് കേട്ടോ. ഞാൻ മണക്കുന്നു എന്നാണ് ഓസോൺ എന്ന ഗ്രീക്ക് പദത്തിനർത്ഥം. ഞാൻ മണക്കുന്നു. ഇനി അന്താരാഷ്ട്ര ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ 16 ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. സെപ്റ്റംബർ 16 ആണ് അന്താരാഷ്ട്ര ഓസോൺ ദിനം. ഒരു ഓസോൺ തന്മാത്രയിലെ ആറ്റങ്ങൾ 3 ആണ്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് നൈട്രജൻ ആണ്. നൈട്രജൻ കണ്ടെത്തിയത് ആരാണ്? ഡാനിയൽ റുദർഫോർഡ് ആണ് നൈട്രജൻ കണ്ടെത്തിയത്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അന്തരീക്ഷ വായുവിൽ. ഞാൻ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകം ചോദിച്ചാൽ അത് നൈട്രജൻ ആണ്. അന്തരീക്ഷ വായുവിലെ നൈട്രജന്റെ അളവ് എത്ര % ആണ്? 78% ആണ് അന്തരീക്ഷ വായുവിലെ നൈട്രജന്റെ അളവ് എന്ന് പറയുന്നത്. നൈട്രജൻ വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണെന്ന് ചോദിച്ചാൽ അത് അംശിക സ്വേദനമാണ്. നൈട്രജൻ വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്ന പ്രക്രിയ. ഓക്സിജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണെന്നാണ് നമ്മൾ പഠിച്ചത്? അതും അംശിക സ്വേദനം തന്നെയാണ് അല്ലേ. ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകം എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകം ഏതാണ്? നൈട്രജൻ ആണ്. കത്തുന്ന വാതകം ഏതാണ്? കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? നൈട്രജൻ ആണ്. ബാക്കിയുള്ള ആൻസേഴ്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി പ്രോട്ടീനുകളിലെ മുഖ്യ ഘടകം എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. പ്രവർത്തനക്ഷമത കൂടുന്നതിനായിട്ട് ടയറുകളിൽ നിറക്കുന്ന വാതകം നൈട്രജൻ ആണ്. കൂടുന്നതിനായിട്ട് ടയറുകളിൽ നിറക്കുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാൽ അത് നൈട്രജൻ ആണ്. വിമാനത്തിലെ ടയറുകളിൽ നിറക്കുന്ന വാതകം ഏതാണ്? നൈട്രജൻ ആണ്. ദ്രവീകരിച്ച നൈട്രജൻ ശീതീകാരിയായിട്ട് ഉപയോഗിക്കുന്നു. ദ്രവീകരിച്ചിട്ടുള്ള നൈട്രജൻ എന്ത് ചെയ്യുന്നു? ശീതീകാരിയായിട്ട് ഉപയോഗിക്കുന്നു. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന നൈട്രജൻ സംയുക്തമാണ് നൈട്രിക് ഓക്സൈഡ് ആണ് ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന നൈട്രജൻ സംയുക്തം. NO ആണ് കേട്ടോ. തുടർന്ന് നൈട്രിക് ഓക്സൈഡ് കൂടുതൽ ഓക്സിജനുമായി സംയോജിപ്പിച്ച് ഉണ്ടാകുന്ന സംയുക്തം എന്ന് പറയുന്നത് നൈട്രജൻ ഡൈ ഓക്സൈഡ് ആണ്. തുടർന്ന് നൈട്രിക് ഓക്സൈഡ് കൂടുതൽ ഓക്സിജനുമായിട്ട് സംയോജിച്ച് ഉണ്ടാകുന്ന സംയുക്തം. ഇനി നൈട്രജൻ ഡൈ ഓക്സിജന്റെ സാന്നിധ്യത്തിൽ മഴവെള്ളത്തിൽ ലയിച്ച് മണ്ണിൽ എത്തുന്നത് നൈട്രിക് ആസിഡിന്റെ രൂപത്തിലാണ്. HNO3 രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്? നൈട്രിക് ഓക്സൈഡ് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ മഴവെള്ളത്തിൽ ലയിച്ച് മണ്ണിലെത്തുന്നത്. അനസ്തെറ്റിക് ആയിട്ട് ഉപയോഗിക്കുന്ന മനുഷ്യനിർമ്മിത നൈട്രജൻ സംയുക്തമാണ് നൈട്രസ് ഓക്സൈഡ്. ചിരിപ്പിക്കുന്ന വാതകം അല്ലെങ്കിൽ ലോഫിംഗ് ഗ്യാസ് എന്നറിയുന്നത് നൈട്രസ് ഓക്സൈഡ് ആണ് കേട്ടോ. അപ്പം നൈട്രസ് ഓക്സൈഡ് ആണ് ലോഫിംഗ് ഗ്യാസ് ആയിട്ട് ഉപയോഗിക്കുന്നത്, ചിരിക്കുന്ന വാതകം. ഏറ്റവും കൂടുതൽ നൈട്രജൻ അടങ്ങിയിട്ടുള്ള രാസവളമാണ് യൂറിയ എന്നറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ നൈട്രജൻ അടങ്ങിയിട്ടുള്ള രാസവളം ഏതാണെന്ന് ചോദിച്ചാൽ അത് യൂറിയയാണ്. ഇനി ഈയം പൂശുന്നതിന് മുമ്പ് പാത്രങ്ങൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന നൈട്രജൻ സംയുക്തമാണ് നവസാരം എന്ന് പറയുന്നത് അമോണിയം ക്ലോറൈഡ് ആണ് നവസാരം. ഈയം പൂശുന്നതിന് മുമ്പ് പാത്രങ്ങൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന നൈട്രജൻ സംയുക്തമാണ്. ആഹാര പാക്കറ്റുകളിൽ ഓക്സിജന്റെ സാന്നിധ്യം ഒഴിവാക്കുന്നതിന് ഉപയോഗിക്കുന്ന വാതകം നൈട്രജൻ ആണ് കേട്ടോ. നൈട്രജൻ ആണ് ആഹാര പാക്കറ്റുകളിൽ ഓക്സിജന്റെ സാന്നിധ്യം ഒഴിവാക്കുന്നതിന് ഉപയോഗിക്കുന്നത്. അന്തരീക്ഷ നൈട്രജൻ ഉപയോഗിച്ചിട്ട് നൈട്രജൻ വളങ്ങൾ വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്ന ആദ്യ രാജ്യം ജർമ്മനിയാണ് കേട്ടോ. ജർമ്മനിയാണ് അന്തരീക്ഷ നൈട്രജൻ ഉപയോഗിച്ചിട്ട് നൈട്രജൻ വളങ്ങൾ വ്യാവസായികമായി നിർമ്മിച്ച ആദ്യ രാജ്യം ചോദിച്ചാൽ അത് ജർമ്മനി. നൈട്രജൻ അടങ്ങിയ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകം ഹൈഡ്രജൻ സയനൈഡ് ആണ്. നൈട്രജൻ അടങ്ങിയ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകം. വോട്ട് ചെയ്യുമ്പോൾ വിരലിൽ പുരട്ടുന്ന നൈട്രജൻ സംയുക്തം എന്ന് പറയുന്നത് സിൽവർ നൈട്രേറ്റ് ലായനിയാണ്. ഇപ്പോൾ എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ വോട്ട് ചെയ്യുമ്പോൾ വിരലിൽ പുരട്ടിയത് ഏതാണെന്ന് ചോദിച്ചാൽ അത് നൈട്രജൻ സംയുക്തമാണെന്ന് ഓർത്ത് വെക്കുക. സിൽവർ നൈട്രേറ്റ് ലായനിയാണ്. സിൽവർ നൈട്രേറ്റ് ലായനിയിലെ ത്വക്കിലെ
പ്രോട്ടീനുമായി ചേർന്നുണ്ടാകുന്ന പ്രോട്ടീൻ നൈട്രേറ്റ് ആണ് കറുത്ത നിറമുള്ള പാടിന് കാരണം. അപ്പോൾ പ്രോട്ടീൻ നൈട്രേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിൽ ത്വക്കിലുള്ള പ്രോട്ടീനുമായിട്ട് ചേർന്നുണ്ടാകുന്ന പ്രോട്ടീൻ നൈട്രേറ്റ് ആണ് എന്ത് കറുത്ത നിറമുള്ള പാടിന് കാരണമാകുന്നത്. നൈട്രേറ്റുകളുടെ സാന്നിധ്യം മനസ്സിലാക്കുന്നതിനുള്ള ടെസ്റ്റാണ് ബ്രൗൺ റിങ് ടെസ്റ്റ്. അപ്പോൾ നൈട്രേറ്റുകളുടെ സാന്നിധ്യം മനസ്സിലാക്കുന്നതിനുള്ള ടെസ്റ്റാണ് ബ്രൗൺ റിങ് ടെസ്റ്റ്. ഇനി ഉത്കൃഷ്ട വാതകങ്ങളാണ്. പീരിയോഡിക് ടേബിളിലെ 18ാം ഗ്രൂപ്പിലെ മൂലകങ്ങൾ ഉത്കൃഷ്ട മൂലകങ്ങൾ എന്നറിയപ്പെടുന്നു. 18ാം ഗ്രൂപ്പിലെ മൂലകങ്ങളാണ് ഉത്കൃഷ്ട മൂലകങ്ങൾ. 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾ മറ്റു മൂലകങ്ങളുമായിട്ട് സംയോജിക്കാത്തതിനാൽ അവ അറിയപ്പെടുന്നത് അലസവാതകങ്ങൾ എന്നാണ്. അലസന്മാരാണ് അല്ലേ 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾ, അലസന്മാരാണ്. 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നതിനാൽ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അപൂർവവാതകങ്ങൾ എന്നാണ്. അപൂർവവാതകങ്ങൾ എന്നാണ്. അപ്പോൾ 18 എന്നുള്ളത് ഏറ്റവും വലുതാണ് അല്ലേ, പീരിയോഡിക് ടേബിളിലെ ഏറ്റവും വലിയ ഗ്രൂപ്പാണ് 18ാം ഗ്രൂപ്പ്. അപ്പോൾ ഏറ്റവും ഉയരത്തിലുള്ള ആളുകൾ എന്താണ്, ഏറ്റവും ഉയർന്ന ആളുകൾ അല്ലെങ്കിൽ ഏറ്റവും സമൂഹത്തിലാണെങ്കിലൊക്കെ ഉയർന്ന ഗ്രൂപ്പിലുള്ള ആളുകളാണെങ്കിൽ ഒരു പണിയും ചെയ്യാതെ എന്താണ് നല്ല പണ്ട് മുതലേ അങ്ങനെയുള്ള ഒരു ഇതാണല്ലോ. അപ്പോൾ 18ാം ഗ്രൂപ്പ് എന്ന് പറയുമ്പം ഒരു പണിയും ചെയ്യാത്ത അലസവാതകങ്ങളാണെന്ന് ഓർത്തു വെക്കുക. ഇനി 0 ഗ്രൂപ്പ് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ഉത്കൃഷ്ടവാതകങ്ങളാണ്. 0 ഗ്രൂപ്പ് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതാണ്, ഉത്കൃഷ്ടവാതകങ്ങളാണ്. ഉത്കൃഷ്ടവാതകങ്ങൾ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ, ഓർഗനസ്റ്റോൺ ആണ്. ഇത് നമ്മൾ നന്നായിട്ട് പഠിച്ചതാണ്. പീരിയോഡിക് ടേബിളിൻ്റെ ഭാഗത്ത് നിങ്ങൾ ഒന്നുകൂടെ എടുത്തിട്ട് അത് ഒന്നുകൂടെ ഉറപ്പിക്കുക. പീരിയോഡിക് ടേബിളിലെ ഓരോ മൂലകങ്ങളും ഏതെല്ലാം ഗ്രൂപ്പിലാണെന്ന് പ്രത്യേകം പഠിച്ചിട്ട് വെക്കുക. ഉത്കൃഷ്ടവാതകങ്ങൾ കണ്ടെത്തിയത് വില്യം റാംസെയാണ്. വില്യം റാംസെയാണ് ഉത്കൃഷ്ടവാതകങ്ങൾ കണ്ടെത്തിയത്. ആരാണ്, വില്യം റാംസെയാണ് ഉത്കൃഷ്ടവാതകങ്ങൾ കണ്ടെത്തിയത്, വില്യം റാംസെ. ഉത്കൃഷ്ടവാതകങ്ങളുടെ സംയോജകത 0 ആയിരിക്കും. ഉത്കൃഷ്ടവാതകങ്ങളുടെ ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അഷ്ടക നിയമം പാലിക്കാത്ത 0 ഗ്രൂപ്പ് മൂലകം ഹീലിയമാണ്. അഷ്ടക നിയമം പാലിക്കാത്ത 0 ഗ്രൂപ്പ് മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹീലിയമാണ്. ഹീലിയത്തിൻ്റെ എത്ര എണ്ണാണുള്ളത് അത് ഓർത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി പരസ്യ ബോർഡുകളിൽ ട്യൂബ് ലൈറ്റുകളിലും ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകം ഏതാണെന്ന് ചോദിച്ചാൽ നിയോൺ ആണ് അല്ലേ. നിയോൺ ആണ് പരസ്യ ബോർഡുകളിലും ട്യൂബ് ലൈറ്റുകളിലും ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകം. ഏറ്റവും സാന്ദ്രത കൂടിയ വാതകം ഏതാണ്, അത് റെഡോൺ ആണ്. ഏറ്റവും സാന്ദ്രത കൂടിയിട്ടുള്ള വാതകം ഏതാണെന്ന് ചോദിച്ചാൽ അത് റെഡോൺ ആണ്. ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന റേഡിയോ ആക്ടിവിറ്റി ഉള്ള ലോകം ഏതാണെന്ന് ചോദിച്ചാൽ അത് റെഡോൺ ആണ്. ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന റേഡിയോ ആക്ടിവിറ്റി ഉള്ള മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അത് റെഡോൺ ആണ്. റെഡോൺ ആണ് ഏറ്റവും സാന്ദ്രത കൂടിയ വാതകം. വായുവിൽ അടങ്ങിയിട്ടുള്ള ഒരു അപൂർവ അലസവാതകമാണ് ആർഗൺ. ആർഗൺ എന്ന് പറയുന്നത് വായുവിൽ അടങ്ങിയിട്ടുള്ള ഒരു അപൂർവ അലസവാതകമാണ് ആർഗൺ. ബൾബിനുള്ളിൽ നിറച്ചിരിക്കുന്ന വാതകം ആർഗൺ ആണ്. ബൾബിനുള്ളിൽ നിറച്ചിരിക്കുന്ന വാതകം ചോദിച്ചാൽ അത് ആർഗൺ ആണ്. ആർഗൺ എന്ന വാക്കിനർത്ഥം അലസൻ എന്നാണ്. ആർഗൺ, അലസൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകം ആർഗൺ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആർഗൺ ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകം ഏതാണ്, ഹീലിയമാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകം ഹീലിയമാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ രണ്ടാമത്തെ മൂലകം ഹീലിയമാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ടവാതകം ഏതാണെന്ന് ചോദിച്ചാലും ഹീലിയമാണ്. സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം ഹീലിയമാണ്. ന്യൂക്ലിയർ ഫ്യൂഷന്റെ ഫലമായി സൂര്യനിൽ രൂപം കൊള്ളുന്ന വാതകം ഹീലിയമാണ്. ഏറ്റവും കുറഞ്ഞ തിളനിലയുള്ള മൂലകം ഹീലിയമാണ്. സൂപ്പർ ഫ്ലൂയിഡ് എന്നറിയപ്പെടുന്ന വാതകം ഹീലിയമാണ്. എയർ ഷിപ്പുകളിൽ നിലവിൽ ഉപയോഗിക്കുന്ന വാതകം ഹീലിയമാണ്. ഉപയോഗിച്ചുണ്ടാകുന്നത് ഹൈഡ്രജനാണ്. കാലാവസ്ഥ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹീലിയമാണ്. എളുപ്പം തീപിടിക്കാത്തതിനാലാണ് ബലൂണുകളിൽ നിറക്കാൻ ഹീലിയം ഉപയോഗിക്കുന്നത്. ഇനി മറഞ്ഞിരിക്കുന്ന വാതകം ക്രിപ്റ്റോൺ ആണ്. മറഞ്ഞിരിക്കുന്ന വാതകം ഏതാണ്, ക്രിപ്റ്റോൺ ആണ്. ശക്തിയേറിയ വാതകം സെനോൺ ആണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് കെമിസ്ട്രിയിൽ നിന്നും പഠിക്കുന്നത്. ഇനി നമുക്ക് നമ്മളുടെ ബയോളജിയിൽ ദഹന വ്യവസ്ഥയാണ് കേട്ടോ ഇന്ന് പഠിക്കാനുള്ളത്. പ്രകാശ സംശ്ലേഷണം നമ്മൾ പഠിച്ചു, ദഹന വ്യവസ്ഥയാണ് ഇന്ന് പഠിക്കാനുള്ളത്. നോക്കാം. പോഷണ പ്രക്രിയയിലെ ആദ്യഘട്ടം എന്ന് പറയുന്നത് ഏതാണ്, ആഹാര സ്വീകരണമാണ് അല്ലേ. പോഷണ പ്രക്രിയയിലെ ആദ്യഘട്ടം എന്ന് പറയുന്നത് ആഹാര സ്വീകരണമാണ്. ആ സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ ആഗിരണത്തിന് ഉതകുന്ന തരത്തിൽ ലഘുഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയ ഏതാണ്, ദഹനമാണ്. സങ്കീർണമായിട്ടുള്ള ആഹാര
പദാർത്ഥങ്ങളെ ആഗിരണത്തിന് ഉതകുന്ന തരത്തിൽ ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം എന്ന് പറയുന്നത്. ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയ ആഗിരണമാണ്. ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയയാണ് ആഗിരണം എന്ന് പറയുന്നത്. ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമാകുന്ന പ്രവർത്തനം. ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമാകുന്ന പ്രവർത്തനം സ്വാംശീകരണമാണ്. സ്വാംശീകരണം. ഇനി ശാരീരിക പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്നതും ശരീരത്തിന് ആവശ്യമില്ലാത്തതുമായ വസ്തുക്കളുടെ ശരീരം പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം. അപ്പം നമ്മൾ പഠിച്ചു ആഹാര സ്വീകരണം എന്ന് പറയുന്നത് എന്താണ്? പോഷണ പ്രക്രിയയിലെ ആദ്യഘട്ടമാണ്. ദഹനമാണെങ്കിലോ സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ ആഗിരണത്തിന് ഉതകുന്ന തരത്തിൽ ലഘുഘടകങ്ങളാക്കി മാറ്റുന്ന ദഹനമാണ്. ആഗിരണം എന്ന് പറഞ്ഞാൽ ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയയാണ്. സ്വാംശീകരണമാണെങ്കിൽ ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമാകുന്ന പ്രക്രിയയാണ്. വിസർജനം ശരീരപ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്നതും എന്നാൽ ശരീരത്തിന് ആവശ്യമില്ലാത്ത വസ്തുക്കളെ ശരീരം പുറന്തള്ളുന്ന പ്രക്രിയയാണ്. അപ്പം ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, സ്വാംശീകരണം, വിസർജനം. ഇത് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, സ്വാംശീകരണം, വിസർജനം. ഇനി ദഹന വ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങളാണ് വായു, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ. അപ്പോൾ എന്തൊക്കെയാണ്? വായു, അന്നനാളം, ആമാശയം, ചെറുകുടലും വൻകുടലും. ഇതൊക്കെയാണ് ദഹന വ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് പല്ലുകളാണ്. പല്ലുകളെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഓഡന്റോളജിയാണ്. ഓഡന്റോളജിയാണ് പല്ലുകളെക്കുറിച്ചുള്ള പഠനം. പല്ലുകൾ ഉറപ്പിച്ചിരിക്കുന്നത് ഹനുക്കളിലെ കുഴിയിലാണ്. ഹനുക്കളിലെ കുഴിയിലാണ് പല്ലുകൾ ഉറപ്പിച്ചിരിക്കുന്നത്. ജനിച്ച ശേഷം ആദ്യം മുളക്കുന്ന പല്ലുകൾ പാൽപ്പല്ലുകളാണ്. പാൽപ്പല്ലുകളാണ് ജനിച്ച ശേഷം ആദ്യം മുളക്കുന്ന പല്ലുകൾ എന്ന് പറയുന്നത് പാൽപ്പല്ലുകളാണ്. 20 എണ്ണമാണ്. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32ആണ്. പ്രായപൂർത്തിയായ ശേഷം മുളയ്ക്കുന്ന 4 സ്ഥിരദന്തങ്ങൾ അറിയപ്പെടുന്നത് വിവേകദന്തങ്ങൾ. വിവേകമൊന്നുമില്ലെങ്കിലും നമുക്ക് വിവേകദന്തങ്ങൾ ഉണ്ട് അല്ലേ. ഇനി എന്താണ്? പല്ലുകളാണ്. പല്ലുകൾ മനുഷ്യരിലെ 4 തരം പല്ലുകളാണ്. ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം അല്ലേ. ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. പിന്നെ മനുഷ്യരിലെ 4 തരം പല്ലുകൾ ഏതൊക്കെയാണ്? ഉളിപ്പല്ലും കോമ്പല്ലും അഗ്രചർവണകവും ചർവണകവുമാണ്. ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ല് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉളിപ്പല്ലാണ്. ഉളിപ്പല്ലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പേരക്കൊക്കെ കടിക്കുമ്പോൾ കടിച്ചു മുറിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഉളിപ്പല്ലാണ് കേട്ടോ. ഉളിപ്പല്ലാണ്. മുറിക്കാൻ വേണ്ടിയിട്ട് മുറിക്കാൻ ഉളി എന്ന് ഓർത്ത് വെക്കുക. ഈ 8 എണ്ണാണുള്ളത് കേട്ടോ. 8 എണ്ണാണുള്ളത്. ആഹാര വസ്തുക്കൾ കടിച്ച് കീറാനാണെങ്കിലോ കീറാനല്ലേ. ഇപ്പം കീറാന് കോമ്പല്ല്. ഇപ്പം മുറിക്കാന് ഉളിപ്പല്ല്. മുറിക്കാന് ഉളിയാണെങ്കിൽ കീറാന് കൊമ്പാണ്. കീറാന് കൊമ്പ് കൊണ്ടല്ലേ കുത്തിക്കീറുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണ്? കൊമ്പ് ഉപയോഗിച്ചിട്ട് കുത്തിക്കീറി എന്നൊക്കെ പറയില്ലേ. അതുപോലെ കോമ്പല്ലാണെന്ന് ഓർത്ത് വെക്കുക. കടിച്ചു കീറാനാണെങ്കിൽ കോമ്പല്ല്. 4 എണ്ണമാണ്. സസ്യഭോജികളിൽ ഇല്ലാത്ത പല്ല് ഏതാണ്? അത് കോമ്പല്ലാണ്. ആഹാര വസ്തുക്കൾ ചവച്ചരകാൻ സഹായിക്കുന്ന പല്ലാണ് അഗ്രചർവണകവും ചർവണകവും. അഗ്രചർവണകം 8 ആണെങ്കിൽ ചർവണകം 12 ആണ്. അപ്പോൾ ഏതൊക്കെയാണ് പല്ലുകൾ? ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. അപ്പോൾ ഉളിപ്പല്ല് 8 എണ്ണം, കോമ്പല്ല് 4 എണ്ണം, അഗ്രചർവണകം 8 എണ്ണം, ചർവണകം 12 എണ്ണം. മനുഷ്യ ദന്തവിന്യാസം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ദന്തവിന്യാസം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ളത് എടുത്ത് പറയുന്നതിനുള്ളൂ. അപ്പം മനുഷ്യൻ്റെ ദന്തവിന്യാസം എന്ന് പറയുന്നത് 21, 23 ആണ് കേട്ടോ. 21, 23 ഒരു ഫോൺ നമ്പറൊക്കെ പഠിക്കുമ്പോൾ പഠിച്ചു വെക്കുക. 21, 23 എന്ന് ഓർത്തു വെക്കുക. ഇനി മോണക്ക് പുറത്ത് കാണുന്ന പല്ലിൻ്റെ ഭാഗം ഏതാണ്? അത് ദന്തമകുടമാണ് കേട്ടോ. ദന്തമകുടമാണ് മോണക്ക് പുറത്ത് കാണുന്ന പല്ലിൻ്റെ ഭാഗം. അപ്പം നമ്മൾ പുറത്ത് പോകുമ്പോൾ കുട ചൂടാറുണ്ട് അല്ലേ. പുറത്ത് പോകുമ്പോൾ കുട ചൂടാറുണ്ട്. അപ്പം ദന്തമകുടം, കുട എന്ന് പറയുമ്പം എന്താണ്? പുറത്തേക്ക് പോകുമ്പോഴാണ് നമ്മൾ കുട ചൂടുക. അല്ലാതെ അകത്തിരിക്കുമ്പോൾ ആരെങ്കിലും കുട ചൂടുക. അപ്പം മോണക്ക് പുറത്ത് കാണുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ദന്തമകുടമാണ്, ക്രൗൺ ആണെന്ന് ഓർത്ത് വെക്കുക. ദന്തമകുടത്തിനും ദന്തമൂലത്തിനും ഇടയിലുള്ള പല്ലിൻ്റെ ഭാഗമാണ് ദന്തഗളം എന്ന് പറയുന്നത്. ദന്തമകുടത്തിനും ദന്തമൂലത്തിനും ഇടയിലുള്ള പല്ലിൻ്റെ ഭാഗം ഏതാണ്? അത് ദന്തഗളമാണ് കേട്ടോ. ദന്തഗളമാണ്. ആ ഒരു ഡയഗ്രാം നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ദന്തഗളമാണ്, നെക്കാണ്. ഇനി മോണയ്ക്കുള്ളിലെ പല്ലിൻ്റെ ഭാഗമാണ് ദന്തമൂലം, റൂട്ട് എന്ന് പറയുന്നത്. ദന്തമൂലം എന്ന് പറയുന്നത് എന്താണ്? മോണക്കുള്ളിലെ പല്ലിൻ്റെ ഭാഗമാണ് ദന്തമൂലം. ഇപ്പം മൂലം എന്ന് പറയുമ്പോൾ എന്താണ്?
അപ്പം എന്താണ് താഴെ ഭാഗമാണ് അല്ലേ, അത് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. അപ്പം ദന്തമകുടം കിട്ടിയാൽ നമുക്ക് പുറത്തേക്കുള്ളതാണല്ലോ കുടചൂട. അപ്പം അത് ദന്തമകുടാണെന്ന് കിട്ടി. ദന്തകളാണെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ഭാഗമാണ്, ദന്തമകുടത്തിനും ദന്തമൂലത്തിനും ഇടയിലുള്ള ഭാഗമാണെന്ന് നമുക്ക് കിട്ടി. ഇനി മോണയിലെ പല്ലിൻ്റെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ദന്തമൂലമാണ്, റൂട്ടാണെന്ന് കിട്ടി. ഇനി മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ച് നിർത്തുന്ന കാൽസ്യം അടങ്ങിയിട്ടുള്ള യോജക കല ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് സിമൻറ്റമാണ്. കാൽസ്യം അടങ്ങിയിട്ടുള്ള യോജക കല ചോദിച്ചാൽ അത് സിമൻറ്റമാണ്. പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെൻഡെയിന്. ഡെൻഡെയിനെ പൊതിഞ്ഞു കാണുന്ന പദാർത്ഥം ഇനാമലാണ്. ഡെൻഡെയിനെ പൊതിഞ്ഞു കാണുന്ന പദാർത്ഥം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇനാമലാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഇനാമലാണ്. പല്ലിൽ കാണപ്പെടുന്ന നിർജീവമായിട്ടുള്ള ഒരു ഭാഗമാണ് ഇനാമൽ എന്ന് പറയുന്നത്. ഇനാമലിൻ്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായ മൂലകം ഫ്ലൂറിനാണ്. ഇനാമലിൻ്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായ മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫ്ലൂറിനാണ് കേട്ടോ. ഇനാമലിൻ്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായ മൂലകം ഫ്ലൂറിനാണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകം കാൽസ്യം ഫോസ്ഫേറ്റ് കൊണ്ടാണ് പല്ല് നിർമ്മിച്ചിട്ടുള്ളത്. ഡെൻഡെയിൻ്റെ ഉൾഭാഗം പൾപ്പ് ക്യാവിറ്റിയാണ്. ഡെൻഡെയിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് പൾപ്പ് ക്യാവിറ്റിയാണ്. രക്തക്കുഴലുകളിലും നാഡികളിലും കാണപ്പെടുന്നത് പൾപ്പ് ക്യാവിറ്റിയിലാണ്. പൾപ്പ് ക്യാവിറ്റിയിൽ കാണുന്ന മൃദുവായിട്ടുള്ള യോജക കലയാണ് പൾപ്പ് എന്ന് പറയുന്നത്. പല്ലുകൾക്ക് കേടുവരുത്തുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. പാലിലുള്ള ആസിഡാണ് ലാക്റ്റിക് ആസിഡ് അല്ലേ, അത് പല്ലുകൾക്ക് കേടുവരുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. ആധുനിക ഇന്ത്യൻ ദന്ത ചികിത്സയുടെ പിതാവ് ആരാണ്? അത് റാഫിയുദ്ദീൻ അഹമ്മദാണ്. ആധുനിക ഇന്ത്യൻ ദന്ത ചികിത്സയുടെ പിതാവ് എന്ന് പറയുന്നത്. ഇനി ദഹനം യാന്ത്രികവും രാസികവുമാണ് കേട്ടോ നോക്കുന്നത്. ദഹനത്തിൽ യാന്ത്രികവും രാസികവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നു. ആഹാരം ചവച്ചരക്കപ്പെടുന്നതും ആമാശയത്തിൽ വെച്ച് മതിക്കപ്പെടുന്നതുമായിട്ടുള്ള ദഹനമാണ് യാന്ത്രിക ദഹനം എന്ന് പറയുന്നത്. അപ്പോൾ ദഹനത്തിൽ യാന്ത്രികവും രാസികവുമായ രാസപ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ആഹാരം ചവച്ചരക്കപ്പെടുന്നതും ആമാശയത്തിൽ വെച്ചിട്ട് മതിക്കപ്പെടുന്നതുമായ ദഹനമാണ് യാന്ത്രിക ദഹനം മൂലം ആഹാരം ചെറുകണങ്ങളാക്കുകയും ദഹനരസങ്ങളുമായി ചേർന്ന് കുഴമ്പ് രൂപത്തിലുള്ളതാക്കുകയും ചെയ്യുന്നു. തന്മൂലം ദഹനരസങ്ങളിലെ എൻസൈമുകൾക്ക് ആഹാരവുമായി വേഗത്തിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്നു. ദഹനരസത്തിലെ എൻസൈമുകൾ ഉപയോഗിച്ച് പോഷകഘടകങ്ങളെ ആഗിരണയോഗ്യമാക്കുന്ന ലഘുഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് രാസിക ദഹനം. ആഹാര പദാർത്ഥങ്ങളുടെ ദഹനം ആരംഭിക്കുന്നത് വായിൽ വെച്ചിട്ടാണ്. ആരംഭിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് വായിൽ വെച്ചിട്ടാണെന്ന് ഓർത്തുവെക്കുക. വായ്ക്കുള്ളിലെ അറ പൊതുവായിട്ട് അറിയപ്പെടുന്നത് വദന ഗൊഹരം എന്നാണ് കേട്ടോ. വദന ഗൊഹരം എന്നാണ്. വായയുടെ മേൽത്തട്ട് അറിയപ്പെടുന്നത് പാലറ്റ് എന്നാണ്. നാവിനെ വായയുടെ അടിത്തട്ടുമായി ബന്ധിപ്പിക്കുന്ന സ്നായുക്കളാണ് ഫ്രെനുലം. ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫ്രെനുലമാണ്. ഭക്ഷണ പദാർത്ഥങ്ങളെ ഉമിനീരുമായി കൂട്ടിക്കലർത്തുകയും പല്ലുകൾക്ക് ചവച്ചരക്കുന്നതിന് വേണ്ട സഹായം ചെയ്യുകയും ചെയ്യുന്നത് ആരാണ്? അത് നാവാണ്. വായിൽ വെച്ചുള്ള ദഹനത്തിന് സഹായിക്കുന്ന ദഹനരസം സലൈവറി അമിലേസ് ആണ്. വായിൽ വെച്ചിട്ടുള്ള ദഹനത്തിന് സഹായിക്കുന്ന ദഹനരസം ഏതാണ്? അത് സലൈവറി അമിലേസ് ആണ്. വായിൽ വെച്ച് അന്നജത്തിനുണ്ടാകുന്ന രൂപമാറ്റം മാൾട്ടോസ് ആയിട്ടാണ് മാറുന്നത്. വായിൽ കാണപ്പെടുന്ന 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് പരോട്ടിഡ്, സബ്മാക്സിലറി, സബ്ലിംഗ്വൽ. പരോട്ടിഡ് ഗ്രന്ഥിയുണ്ട്, സബ്മാക്സിലറി ഗ്രന്ഥിയുണ്ട്, അതുപോലെ സബ്ലിംഗ്വൽ ഗ്രന്ഥിയുമുണ്ട്. മനുഷ്യനിലെ ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥി ഏതാണ്? മനുഷ്യനിലെ ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥിയാണ് പരോട്ടിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത്. മനുഷ്യനിലെ ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥിയാണ് പരോട്ടിഡ് ഗ്രന്ഥി. ഇനി ഏറ്റവും ചെറിയ ഉമിനീർ ഗ്രന്ഥിയാണ് സബ്ലിംഗ്വൽ ഗ്രന്ഥികളാണ് ഏറ്റവും ചെറിയ ഉമിനീർ ഗ്രന്ഥികൾ. സബ്ലിംഗ്വൽ. ഉമിനീർ പ്രവർത്തിക്കുന്ന ഭക്ഷ്യഘടകമാണ് അന്നജം. ഉമിനീരിൽ പ്രവർത്തിക്കുന്ന ഭക്ഷ്യഘടകം ഏതാണ്? അത് അന്നജമാണ്. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നികളാണ് ഡയലിനും ലൈസോസൈമും. ഡയലിൻ എന്ന് പറയുന്നത് സലൈവറി അമിലേസ് ആണ്. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നികൾ ഡയലിനും ലൈസോസൈമുമാണ്.
അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന രാസാഗ്നിയാണ് ഡയലിൻ. ഡയലിനാണ് അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന രാസാഗ്നി. ഡയലിനാണ്. ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്ന രാസാഗ്നിയാണ് ലൈസോസൈം. ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്ന രാസാഗ്നി ലൈസോസൈമാണ്. വായുടെ തുടർച്ചയായി കാണുന്ന പേശി നിർമ്മിതമായ ഭാഗം ഗ്രസനിയാണ്. വായുടെ തുടർച്ചയായിട്ട് കാണുന്ന പേശി നിർമ്മിതമായ ഭാഗമാണ് ഗ്രസനി. ആഹാരവും വായുവും കടന്നു പോകുന്ന പൊതുവായ ഭാഗമാണ് ഗ്രസനി എന്ന് പറയുന്നത്. ആഹാരവും വായുവും കടന്നു പോകുന്ന പൊതുവായിട്ടുള്ള ഭാഗം ഗ്രസനിയാണ്. വായുടെ തുടർച്ചയായിട്ട് കാണപ്പെടുന്ന പേശി നിർമ്മിതമായ ഭാഗം ഗ്രസനിയാണ്. അന്നനാളം ആരംഭിക്കുന്നത് ഗ്രസനിയിൽ നിന്നാണ്. ഗ്രസനിയെ ആമാശയവുമായി ബന്ധിപ്പിക്കുന്നത് അന്നനാളമാണ്. അന്നനാളത്തിൻ്റെ ഏകദേശം 25 സെൻറ്റിമീറ്ററാണ്. അന്നനാളത്തിൻ്റെ നീളം എന്ന് പറയുന്നത് എന്താണ്? ഏകദേശം 25 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. നാസാകുഹരത്തിലേക്ക് ആഹാരം കടക്കാതെ സൂക്ഷിക്കുന്ന ഭാഗം ഏതാണ്? അത് ഉണ്ണാക്കാണ്. ഉണ്ണാക്ക്. ഭക്ഷണം കടന്നു ചെല്ലുമ്പോഴുള്ള അന്നനാളത്തിൻ്റെ തരംഗ രൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. പെരിസ്റ്റാൾസിസ് ഏത് നാഡീവ്യവസ്ഥയുടെ നിയന്ത്രണത്തിലാണ്? സിമ്പതറ്റിക് നാഡീവ്യവസ്ഥയുടെ നിയന്ത്രണത്തിലാണ് പെരിസ്റ്റാൾസിസ് ഉള്ളത് കേട്ടോ. പെരിസ്റ്റാൾസിസ് സിമ്പതറ്റിക് നാഡീവ്യവസ്ഥയാണ്. ഉദരാശയത്തിന് ഇടതുവശത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പേശി നിർമ്മിതമായ അവയവം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആമാശയമാണ്. ഉദരാശയത്തിന് ഇടതുവശത്തായി സ്ഥിതി ചെയ്യുന്ന പേശി നിർമ്മിതമായ അവയവം ആമാശയമാണ്. മനുഷ്യൻ്റെ ആമാശയത്തിന് എത്ര അറകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഒരറകളെ മനുഷ്യൻ്റെ ആമാശയത്തിന് ഒരു അറ മാത്രമേ ഉള്ളൂ എന്ന് ഓർത്തു വെക്കുക. ആമാശയത്തിൻ്റെ pH എന്ന് പറയുന്നത് 1.8 ആണ് കേട്ടോ. ആമാശയത്തിൻ്റെ pH 1.8 ആണ്. ദഹനവ്യൂഹത്തിൽ ഏറ്റവും വീതിയേറിയ ഭാഗം എന്ന് പറയുന്നത് ആമാശയമാണ്. ദഹനവ്യൂഹത്തിലെ ഏറ്റവും വീതിയേറിയ ഭാഗം ഏതാണ്? അത് ആമാശയമാണ്. ആമാശയ ഗ്രന്ഥിയിലെ 3 തരം കോശങ്ങളാണ്. ശ്ലേഷ്മകോശങ്ങൾ ശ്ലേഷ്മം ഉൽപ്പാദിപ്പിക്കുന്നു. ശ്ലേഷ്മകോശങ്ങൾ എന്ത് ചെയ്യുന്നു? ശ്ലേഷ്മം ഉൽപ്പാദിപ്പിക്കുന്നു. ശ്ലേഷ്മകോശങ്ങൾ ശ്ലേഷ്മം ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി മുഖ്യ കോശങ്ങളാണെങ്കിൽ പ്രോ എൻസൈം പെപ്സിനോജൻ ഉൽപ്പാദിപ്പിക്കുന്നു. മുഖ്യ കോശങ്ങളാണ് പ്രോ എൻസൈം പെപ്സിനോജൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഗഹ്വര കോശങ്ങളാണെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും ജീവകം B12 ആഗിരണത്തിന് സഹായിക്കുന്ന ഇൻട്രിസ്റ്റിക് ആസിഡും ഫാക്ടറും ഉൽപ്പാദിപ്പിക്കുന്നു. ഇൻട്രിസിക് ഫാക്ടറും ഉൽപ്പാദിപ്പിക്കുന്നു. ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗമാണ് ഗ്യാസ്ട്രിക് ഗ്രന്ഥിയിലെ പെറൈറ്റൽ കോശങ്ങൾ. അപ്പം ഗ്യാസ്ട്രിക് ഗ്രന്ഥിയിലെ പെറൈറ്റൽ കോശങ്ങളാണ് ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗം എന്ന് പറയുന്നത്. ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഏത് എന്ന് ചോദിച്ചാൽ അത് ഗ്യാസ്ട്രിനാണെന്ന് ഓർത്തു വെക്കുക. ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ചോദിച്ചാൽ അത് ഗ്യാസ്ട്രിനാണ്. ഗ്യാസ്ട്രിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പൈലോറിക് ഗ്രന്ഥിയാണ്. ഗ്യാസ്ട്രിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പൈലോറിക് ഗ്രന്ഥിയാണ്. ആമാശയത്തിൽ വെച്ചുള്ള ദഹനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം 4-5 മണിക്കൂറാണ് അല്ലേ. ആമാശയത്തിലെ കുഴമ്പ് രൂപത്തിലുള്ള ഭക്ഷണമാണ് കൈം എന്ന് പറയുന്നത്. കൈമിൻ്റെ pH മൂല്യം എത്രയാണ്? അത് 2 ആണ്. ആമാശയ ഭിത്തിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥികളാണ് ആമാശയ ഗ്രന്ഥികൾ. ആമാശയ ഭിത്തിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥികളാണ് ആമാശയ ഗ്രന്ഥികൾ. ആമാശയ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ആമാശയ രസമാണ്. ആമാശയ രസത്തിലെ ഘടകങ്ങൾ പെപ്സിൻ, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ശ്ലേഷ്മം. ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്ന കോശം എന്ന് പറയുന്നത് ഓക്സിൻഡിക് കോശങ്ങളാണ്. ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്ന കോശമാണ് ഓക്സിൻഡിക് കോശങ്ങൾ. ശരീരത്തിലെ രാസപ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന രാസപദാർത്ഥങ്ങളാണ് എൻസൈമുകൾ, രാസാഗ്നികൾ എന്ന് പറയുന്നത്. ശരീരത്തിലെ രാസപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസാഗ്നികളാണ് എൻസൈമുകൾ. ജൈവ രാസപ്രവർത്തനത്തിൽ രാസാഗ്നി ഒരു ഉൾപ്രേരകമാണ്. രാസാഗ്നികളുടെ പ്രവർത്തനത്തിന് അനുകൂലമായ താപനില എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദഹനത്തിന് വിധേയമാകുന്ന പോഷകം ഏതാണെന്ന് ചോദിച്ചാൽ ഇത് പ്രോട്ടീനാണ് ദഹനത്തിന് വിധേയമാകുന്ന പോഷണം. മാംസ്യത്തെ ഭാഗികമായി പെപ്റ്റോണുകളാക്കി മാറ്റുന്ന എൻസൈമാണ് പെപ്സിൻ ദഹിപ്പിക്കാത്ത മാംസ്യം എന്ന് പറയുന്നത് കെരാറ്റിനാണ്. പെപ്സിൻ ദഹിപ്പിക്കാത്ത മാംസ്യം കെരാറ്റിനാണ്. പാലിലെ മാംസ്യമായ കേസിനെ ദഹിപ്പിക്കുന്ന രാസാഗ്നി റെനിനാണ്. ആമാശയത്തിലെ ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയക്ക് അനുയോജ്യമായ രീതിയിൽ pH നിയന്ത്രിക്കുകയും ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയക്ക് അനുയോജ്യമായ രീതിയിൽ pH നിയന്ത്രിക്കുകയും ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ pH 1:3 ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ pH എന്ന് പറയുന്നത് 1:3 ആണ്. ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്നും ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നത് ശ്ലേഷ്മമാണ്. ആമാശയത്തിൽ നിന്നും വരുന്ന അമ്ലഗുണമുള്ള ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുന്ന ദഹനരസം എന്ന് പറയുന്നത് പിത്തരസമാണ്.
അപ്പോൾ ആമാശയത്തിൽ നിന്നും വരുന്ന അമ്ലഗുണമുള്ള ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുന്നത് പിത്തരസമാണ്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരളാണ്. പിത്തരസം സംഭരിപ്പിക്കുന്നത് പിത്താശയത്തിലാണ് കേട്ടോ, പിത്താശയത്തിലാണ്. കൊഴുപ്പിനെ ചെറുകണികകളാക്കുന്ന ദഹനരസം ഏതാണെന്ന് ചോദിച്ചാൽ അത് പിത്തരസമാണ്. പിത്തരസമാണ് കൊഴുപ്പിനെ ചെറുകണികകളാക്കുന്ന ദഹനരസം. കൊഴുപ്പിനെ ചെറുകണികകളാക്കുന്ന പ്രക്രിയയാണ് എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്. എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് എന്ന് പറയുന്നത് കൊഴുപ്പിനെ ചെറുകണികകളാക്കുന്ന പ്രക്രിയയാണ്. രാസാഗ്നികൾ അടങ്ങിയിട്ടില്ലാത്ത ദഹനരസമാണ് പിത്തരസം. രാസാഗ്നികൾ അടങ്ങിയിട്ടില്ലാത്ത ദഹനരസം ഏതാണെന്ന് ചോദിച്ചാൽ അത് പിത്തരസമാണ്. പിത്തരസത്തിൻ്റെ നിറം എന്ന് പറയുന്നത് പച്ചയും മഞ്ഞയും കലർന്ന നിറമാണ്. പിത്തരസത്തിൻ്റെ വർണ്ണങ്ങളാണ് ബിലിറൂബിനും പിലിവെർഡിനും. ബിലിറൂബിനും പിലിവെർഡിനുമാണ് പിത്തരസത്തിലെ വർണ്ണങ്ങൾ. ബിലിറൂബിൻ ശരീര ദ്രാവകത്തിൽ കലർന്ന് കലകളിൽ വ്യാപിക്കുകയും അതിലൂടെ കലകൾക്ക് മഞ്ഞ നിറം ഉണ്ടാകുകയും ചെയ്യുന്ന അവസ്ഥയാണ് മഞ്ഞപ്പിത്തം. ബിലിറൂബിൻ ശരീര ദ്രാവകങ്ങളിൽ കലർന്നിട്ട് കലകളിൽ വ്യാപിക്കുകയും അതിലൂടെ കലകൾക്ക് മഞ്ഞനിറം ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് മഞ്ഞപ്പിത്തം. ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമാണ് ആഗ്നേയരസം. ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമാണ് ആഗ്നേയരസം. ഇനി ആഗ്നേയരസത്തിലെ രാസാഗ്നികളാണ് അമിലേസ്, ട്രിപ്സിൻ, ലിപ്പേസ്. അമിലേസും ട്രിപ്സിനും ലിപ്പേസും ആഗ്നേയരസത്തിലെ രാസാഗ്നികളാണ്. അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന രാസാഗ്നിയാണ് അമിലേസ്. മാൾട്ടോസ് ആക്കുന്നത് അമിലേസ് ആണ്. മാൾട്ടോസ് അന്നജത്തെ മാൾട്ടോസ് ആക്കുന്നതാണ് അല്ലേ. ഒന്ന് ഓർത്ത് വെക്കുക, അന്നജത്തെ മാൾട്ടോസ് ആക്കുന്നത്. അപ്പം അതിൽ തന്നെ ഉണ്ടല്ലോ അമിലേസ് എന്ന്, അതിൽ തന്നെ ഇല്ലേ. അപ്പോൾ അന്നജത്തെ മാൾട്ടോസ് ആക്കുന്നതിൽ ആയി, അന്നജത്തിൽ ആയുണ്ട്, മാൾട്ടോസിൽ മായുണ്ടല്ലോ. അപ്പോൾ അമിലേസ് ഓർത്ത് വെക്കുക. മാംസ്യത്തെ ദഹിപ്പിക്കുന്ന രാസാഗ്നി ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രോട്ടിയേസ് ആണ്. പ്രോട്ടിയേസ് ആണ് മാംസ്യത്തെ ദഹിപ്പിക്കുന്ന രാസാഗ്നി. പ്രോട്ടീനിനെ പെപ്റ്റൈഡ് ആക്കി മാറ്റുന്ന രാസാഗ്നികളാണ് ട്രിപ്സിനും പെപ്സിനും. പ്രോട്ടീനിനെ പെപ്റ്റൈഡ് ആക്കി മാറ്റുന്ന രാസാഗ്നികളാണ് ട്രിപ്സിനും പെപ്സിനും. ആമാശയത്തിൽ മാംസ്യത്തെ ദഹിപ്പിക്കുന്ന രാസാഗ്നിയാണ് പെപ്സിന്. മാംസ്യത്തെ ദഹിപ്പിക്കുന്ന രാസാഗ്നി എന്ന് പറയുന്നത് പെപ്സിനാണ്. ചെറുകുടലിൽ മാംസ്യത്തെ ദഹിപ്പിക്കുന്ന രാസാഗ്നി ട്രിപ്സിനാണ്. ചെറുകുടലിൽ മാംസ്യത്തെ ദഹിപ്പിക്കുന്ന രാസാഗ്നി ട്രിപ്സിനാണ്. കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്ന രാസാഗ്നിയാണ് ലിപ്പേസ്. കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്ന രാസാഗ്നി ലിപ്പേസ് ആണ്. ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ഒഴുകുന്നത് പാൻക്രിയാറ്റിക് ഡക്റ്റിലൂടെയാണ്. ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ഒഴുകുന്നത് പാൻക്രിയാറ്റിക് ഡക്റ്റിലൂടെയാണ്. പാൻക്രിയാറ്റിക് ഡക്റ്റലും ബെയിൽ ഡക്റ്റും ഒന്നിച്ചു തുറക്കുന്നത് പക്വാശയത്തിലേക്കാണ്. പാൻക്രിയാറ്റിക് ഡക്റ്റും ബെയിൽ ഡക്റ്റും ഒന്നിച്ചു തുറക്കുന്നത് പക്വാശയത്തിലേക്കാണ്. മനുഷ്യൻ്റെ ചെറുകുടലിൻ്റെ നീളം എന്ന് പറയുന്നത് 5 മുതൽ 6 മീറ്റർ വരെയാണ്. ദഹനം പൂർത്തിയാകുന്ന ദഹനവ്യൂഹ ഭാഗം ചെറുകുടലാണ്. ധാന്യകം, മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ പൂർണ്ണമായും ദഹനം നടക്കുന്നത് ചെറുകുടലിൽ വെച്ചിട്ടാണ്. ആഹാരത്തിലെ പോഷക അംശങ്ങളിൽ അധികവും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് ചെറുകുടലിൽ വെച്ചിട്ടാണ്. ചെറുകുടലിൻ്റെ 3 ഭാഗങ്ങൾ ഡിയോഡിനം, പക്വാശയം, ജെജുനം, മധ്യാന്ത്രം, ഇലിയം, രോഷാന്ത്രം. അപ്പം ഡിയോഡിനവും ജെജുനവും ഇലിയവുമാണ്. ബ്രണ്ണേഴ്സ് ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് എവിടെ? ഡിയോഡിനത്തിലാണ് കേട്ടോ. ബ്രണ്ണേഴ്സ് ഗ്രന്ഥി ഡിയോഡിനത്തിലാണ്. ആമാശയത്തിൽ തൊട്ടു താഴെയുള്ള ചെറുകുടലിൻ്റെ ആരംഭ ഭാഗം പക്വാശയമാണ്. ആമാശയത്തിന് തൊട്ടു താഴെയുള്ള ചെറുകുടലിൻ്റെ ഭാഗം പക്വാശയമാണ്. ആമാശയത്തിലെ മൃദു പാളികളിൽ ഉണ്ടാകുന്ന വ്രണങ്ങൾ ഏത് രോഗത്തിന് കാരണമാകുന്നു? അൾസറിന് കാരണമാകുന്നു. ആമാശയത്തിലെ മൃദു പാളികളിൽ ഉണ്ടാകുന്ന വ്രണങ്ങൾ ഏത് രോഗത്തിന് കാരണമാകുന്നു? അൾസർ. ചെറുകുടലിൻ്റെ ഏറ്റവും നീളം കൂടിയ ഭാഗം ഇലിയമാണ്. ചെറുകുടലിൻ്റെ ഏറ്റവും നീളം കൂടിയ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇലിയമാണ്. ചെറുകുടലിൻ്റെ മധ്യഭാഗമാണ് ജജനം. ചെറുകുടലിൻ്റെ മധ്യഭാഗം ജജനമാണ്. ജജനം. ഇനി ചെറുകുടലിൻ്റെ അസ്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമാണ് ആന്ത്രരസം, സക്കസ് ഇൻഡറിക്കസ്. ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണുന്ന സൂക്ഷ്മങ്ങളായിട്ടുള്ള വിരലുകൾ പോലെയുള്ള ഭാഗമാണ് വില്ലസുകൾ. ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലെയുള്ള ഭാഗങ്ങൾ വില്ലസുകളാണ്. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്ന ഭാഗമാണ് വില്ലസുകൾ. പോഷക ഘടകങ്ങളുള്ള ഏകദേശം 90% ജലത്തിൻ്റെയും ആഗിരണം നടക്കുന്ന ഭാഗം വില്ലസാണ്. ചെറുകുടലിലെ വില്ലസിലുള്ള ലിംഫ്നോമുകളുടെ ലാക്ടേറ്റുകളിലേക്കുള്ള ഫാറ്റി ആസിഡിൻ്റെയും ഗ്ലിസറോളിൻ്റെയും ആഗിരണത്തിന് കാരണമാകുന്ന പ്രക്രിയ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡിഫ്യൂഷനാണ്. ഡിഫ്യൂഷൻ. ദഹനം പൂർത്തിയാകുന്നതിന് സഹായിക്കുന്ന ദഹനരസങ്ങളാണ് ആഗ്നേയരസം, ആന്ത്രരസം, പിത്തരസം. ദഹനത്തിലെ അന്തിമ ഉൽപ്പന്നങ്ങൾ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ, പെൻറ്റോസ് ഷുഗർ, നൈട്രജൻ ബേസുകൾ.
ചെറുകുടലിൻ്റെ ദഹന പ്രക്രിയ പൂർത്തിയാക്കുന്നതോടെ ദഹനത്തിൻ്റെ അന്തിമ ഉൽപ്പന്നങ്ങളുടെ ആഗിരണം നടക്കുന്നത് രക്തത്തിലേക്കും ലിംഫിലേക്കുമാണ്. ഇനി ഫാറ്റിക് ആസിഡും ഗ്ലിസറോളും ജലത്തിൽ ലയിക്കാത്തവ ആയതിനാൽ രക്തത്തിലേക്ക് നേരിട്ട് ആഗിരണം ചെയ്യപ്പെടുന്നില്ല. ജലാഗിരണം നടക്കുന്ന ഭാഗം വൻകുടലാണ്. ശരീരത്തിൻ്റെ വിറ്റാമിൻ കെ ഉൽപ്പാദിപ്പിക്കുന്ന ബാക്ടീരിയകൾ കാണപ്പെടുന്നത് വൻകുടലിലാണ്. ജലം, ലവണങ്ങൾ, വൻകുടൽ വസിക്കുന്ന ബാക്ടീരിയ നിർമ്മിക്കുന്ന വിറ്റാമിനാണ് കെ പോലുള്ള പദാർത്ഥങ്ങൾ എന്നിവയുടെ ആഗിരണം നടക്കുന്നത് വൻകുടലിൽ വെച്ചിട്ടാണ്. വൻകുടലിൻ്റെ 3 ഭാഗങ്ങളാണ് കോളൻ, റെക്ടം, സീക്കം. വൻകുടലിൻ്റെ നീളം എന്ന് പറയുന്നത് 1.5 മീറ്ററാണ്. വൻകുടലിൻ്റെ നീളം എത്രയാണ്? 1.5 മീറ്ററാണ് അല്ലേ. മനുഷ്യൻ്റെ ചെറുകുടലിൻ്റെ നീളം എത്രയാണ്? അത് 5 മുതൽ 6 മീറ്റർ വരെയാണ് അല്ലേ. 5 മുതൽ 6 മീറ്റർ വരെയാണ്. എന്നാൽ വൻകുടലിൻ്റെ നീളമാണെങ്കിൽ എത്രയാണ്? 1.5 മീറ്ററാണ്, 1.5 മീറ്ററാണ് അല്ലേ. ഇനി വൻകുടലിൻ്റെ ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്നത് കോളനാണ്. സീക്കം ഒരു ചെറു സഞ്ചിയാണ്. അതിനുള്ളിൽ ചില സൂക്ഷ്മജീവികൾ വസിക്കുന്നു. ഇവ നമുക്ക് ഉപകാരികളാണ്. ഇനി മെസെൻറ്ററി ഇൻ്റർസ്റ്റീഷ്യം എന്താണെന്ന് നോക്കാം. മനുഷ്യ ശരീരത്തിലെ 79ാമത്തെ അവയവമാണ് മെസെൻറ്ററി. മെസെൻറ്ററിയാണ് മനുഷ്യ ശരീരത്തിലെ 79ാമത്തെ അവയവം. മെസെൻറ്ററി ആദ്യമായിട്ട് കണ്ടുപിടിച്ച ഗവേഷകൻ ആരാണെന്ന് ചോദിച്ചാൽ ജെ കാൽവിൻ കോഫിയാണ് മെസെൻറ്ററി ആദ്യമായിട്ട് കണ്ടെത്തിയ ഗവേഷകൻ. ശരീരത്തിലെ ദഹന വ്യവസ്ഥയുടെ ഭാഗമാണ് മെസെൻറ്ററി സ്ഥിതി ചെയ്യുന്നത്. മനുഷ്യ ശരീരത്തിലെ 80ാമത്തെ അവയവം ഇൻ്റർസ്റ്റീഷ്യമാണ്. മനുഷ്യ ശരീരത്തിലെ പുതുതായി കണ്ടെത്തിയ അവയവമാണ് ട്യൂബോറിയൽ ഗ്ലാൻസ്. 2020 ഒക്ടോബറിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇനി സീക്കം വിരൽ പോലെ ട്യൂബറിയൽ ഗ്ലാൻസ് ആണ് കേട്ടോ, ഓർത്ത് വെക്കുക. ഇനി സീക്കത്തിലെ വിരൽ പോലെ തള്ളി നിൽക്കുന്ന ഭാഗം വെർമിഫോം അപ്പൻഡിക്സ് ആണ്. സീക്കത്തിലെ വിരൽ പോലെ തള്ളി നിൽക്കുന്ന ഭാഗം. ഇനി ആഗിരണത്തിന് പിന്നിൽ നിന്നുള്ള ഒരു ഭാഗം ഈ ഒരു ദഹന പ്രക്രിയയിൽ വരുന്നുണ്ട്. അതിൽ നമ്മൾ കോശ സന്തുലനത്തിൽ അത് പഠിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ വരുന്നത് എന്താ? ഡിഫ്യൂഷനും ഓസ്മോസിസും അതൊക്കെ നമ്മൾ പഠിച്ചില്ലേ, ആ ഒരു ഭാഗമാണ് കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് എടുത്ത് കേൾക്കുക. ഇനി ദഹന വ്യവസ്ഥയിലെ താളപ്പിഴകൾ നോക്കാം. അൾസർ ഉണ്ടാകുന്നത് എന്താണ്? മദ്യം ആമാശയത്തിലെ മൃദുലമായ പാളികളിൽ വ്രണമുണ്ടാക്കുന്നു. അത് അൾസറിന് കാരണമാകുന്നു. കരൾ വീക്കമാണെങ്കിൽ അമിതമായ മദ്യപാനം കരൾ വീക്കത്തിന് കാരണമാകുന്നു. വായ്, അന്നനാളം, കരൾ, വൻകുടൽ എന്നിവയിലെ ക്യാൻസർ ഉണ്ടാകാൻ മദ്യം കാരണമാകുന്നു. ഇനി മഞ്ഞപ്പിത്തമാണെങ്കിൽ കരളിൽ ബാധിക്കുന്നു. ത്വക്ക്, കണ്ണ് എന്നിവ തുടങ്ങിയ പിത്തരസത്തിലെ വർണ്ണവസ്തുക്കളിൽ അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായി മഞ്ഞ നിറം ആകുന്നു. ഛർദി. ആമാശയത്തിനുള്ളിലെ പദാർത്ഥങ്ങൾ വായിലൂടെ പുറന്തള്ളപ്പെടുന്നു. ഇതൊരു റിഫ്ലക്സ് പ്രവർത്തനമാണ്. മെഡുല്ലയിലെ ഉദ്ദീപന കേന്ദ്രമാണ് ഛർദി നിയന്ത്രിക്കുന്നത്. ഛർദി നിയന്ത്രിക്കുന്നത് ഏതാണ്? മെഡുല്ലയിലെ ഉദ്ദീപന കേന്ദ്രമാണ്. ഛർദിക്കുന്നതിന് മുമ്പായി മനം പിരട്ടൽ അനുഭവപ്പെടാറുണ്ട്. വയറിളക്കം അസാധാരണവും തുടർച്ചയായിട്ടും ഉണ്ടാകുന്ന ഉദരചലനങ്ങളും മലത്തിൽ ജലാംശം കൂടുന്നതുമാണ് വയറിളക്കം എന്ന രോഗത്തിന് കാരണം. ഇത് ആഹാര പദാർത്ഥങ്ങളുടെ ആഗിരണം കുറയ്ക്കുന്നു. ഇനി മലബന്ധമാണ് കേട്ടോ. മലബന്ധം എന്ന് പറഞ്ഞാൽ മലാശയത്തിൽ കെട്ടി നിൽക്കുന്നു. ക്രമരഹിതമായ ഉദരചലനങ്ങൾ മൂലമാണ് ഇത് സംഭവിക്കുന്നത്. അടുത്തത് ദഹനക്കേടാണ്. ആഹാരം ദഹിക്കാതിരിക്കുകയും വയറു നിറഞ്ഞിരിക്കുകയും പോലെ തോന്നുകയും ചെയ്യുന്നു. ആവശ്യമായ അളവിൽ രാസാഗ്നി സ്രവിക്കാതിരിക്കുക, ഉത്കണ്ഠ, ഭക്ഷ്യവിഷബാധ, അമിതാഹാരം, എരിവ് കൂടിയ ഭക്ഷണം എന്നിവ ദഹനക്കേട് ഉണ്ടാക്കാൻ കാരണമാകുന്നു. ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പോഷണ പ്രക്രിയയിലെ ശരിയായ ഘട്ടങ്ങളെ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട് ഇവിടെ തന്നിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തിയെടുത്ത് എഴുതുക. ഞാൻ ഫസ്റ്റ് തന്നെ നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞു, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, സ്വാംശീകരണം, വിസർജനം. ഏതാണ്? ആഹാര സ്വീകരണം, ദഹനം, പിന്നെ ആഗിരണം ചെയ്യുന്നു, സ്വാംശീകരിക്കുന്നു, വിസർജനം. അത് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഇനി കുറച്ച് SCERT ക്വസ്റ്റ്യൻ പൂളാണ്, നോക്കാം. ഒറ്റപ്പെട്ടത് കണ്ടെത്തി മറ്റുള്ളവരുടെ പൊതു സ്വഭാവം എഴുതുക. അപ്പം എന്താണ്? പാൻക്രിയാറ്റിക് അമിലേസ്, പാൻക്രിയാറ്റിക് ലിപ്പേസ്, സലൈവറി അമിലേസ്, ട്രിപ്സിന്. ഇതിൽ സലൈവറി അമിലേസ് ആണ്. മറ്റുള്ളവയെല്ലാം പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന രാസാഗ്നികളാണ് അല്ലേ. സലൈവറി അമിലേസ് മാത്രമാണ് ഇതിൽ വേറിട്ട് നിൽക്കുന്നത്. ഇനി ഒറ്റപ്പെട്ടത് കണ്ടെത്തി മറ്റുള്ളവരുടെ പൊതു സ്വഭാവം എഴുതുക. ഉളിപ്പല്ല്, അഗ്രചർവണകം, ചർവണകം, ഡെൻഡെയിൻ. അതിൽ ഡെൻഡെയിൻ ആണെന്ന് നമുക്കറിയാം. മറ്റുള്ളവ വിവിധ തരം പല്ലുകളാണ്. ഒറ്റപ്പെട്ടത് കണ്ടെത്തി മറ്റുള്ളവരുടെ പൊതു സ്വഭാവം എഴുതുക. അന്നനാളം, ശ്വാസനാളം, ആമാശയം, പക്വാശയം. ഇതിൽ ശ്വാസനാളമാണ് അല്ലേ.
മറ്റുള്ളവ ദഹന വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ്. ഇനി പിത്തരസവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തി എഴുതുക എന്നാണ്. കരളിൽ ഉൽപ്പാദിപ്പിക്കുന്നു, രാസാഗ്നികൾ കാണപ്പെടുന്നു, ആമാശയത്തിലേക്ക് സ്രവിക്കപ്പെടുന്നു, കൊഴുപ്പിനെ ചെറുകണികകളാക്കുന്നു. അതിൽ 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കരളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, കൊഴുപ്പിനെ ചെറുകണികകളാക്കുന്നു. പിത്തരസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കരളിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, കൊഴുപ്പിനെ ചെറുകണികകളാക്കുന്നു. ഇത് രണ്ടുമാണ് കറക്റ്റായിട്ടുള്ളത്. ഇനി ബോക്സിൽ നൽകിയിട്ടുള്ള വസ്തുക്കളെ മാതൃക പോലെ ജോഡിയാക്കുക എന്നതാണ് മാതൃക. ഉമിനീർ, സലൈവറി അമിലേസ്, ആമാശയം ആഗ്നേയരസം, ഉമിനീർ പെപ്സിൻ, ആന്ത്രരസം സലൈവറി അമിലേസ്, പെപ്റ്റൈഡ് പെപ്സിൻ. അപ്പോൾ ആമാശയരസം പെപ്സിൻ അല്ലേ, ആമാശയരസം പെപ്സിനാണ്. ആഗ്നേയരസമാണെങ്കിലോ ട്രിപ്സിനാണ്, ആഗ്നേയരസം ട്രിപ്സിനാണ്. അപ്പം ഇത്രയുമാണ് കേട്ടോ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമ്മൾ മൊത്തം പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ മാക്സിമം നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. താങ്ക് യു.